ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ന് ഫിസിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും വലിയ രണ്ട് ടേമിനെ പറ്റിയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ നിങ്ങളോട് പറയുന്ന രണ്ട് ടേമുകളെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീട്ടിൽ ചെല്ലുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ പോകുന്ന സമയത്ത് എപ്പോഴും വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീട്ടുകാർ നിങ്ങളുടെ അടുത്ത് എന്ത് പറയും? വീട്ടിൽ വന്നിട്ട് എന്ത് പറയും? യു ഹാവ് ടു സ്റ്റഡി, പഠിച്ചേ പറ്റുള്ളൂ അല്ലേ? പഠിച്ചേ പറ്റുള്ളൂ. നീ ബുക്കിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഉറങ്ങുമൊന്നും വേണ്ട, നീ ബുക്കിൻ്റെ ഫ്രണ്ട് ഇരുന്ന് അഭിനയിക്കൊന്നും വേണ്ട, നീ എന്തേ ചെയ്തു പറ്റുള്ളൂ, പഠിച്ചേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എന്താ പറയുക, അവർ നിങ്ങളെ എന്ത് ചെയ്യുക? ഫോഴ്സ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുക? പഠിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുക അല്ലേ? അതിനർത്ഥം വീട്ടിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ടീമിൻ്റെ പേരെന്താ? ഫോഴ്സാണ്. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ടീമിൻ്റെ പേരാണ്, വീട്ടിൽ ആദ്യം കിട്ടുന്ന ടീമിൻ്റെ പേരാണ് ഫോഴ്സ് അല്ലേ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. യു ഹാവ് ടു സ്റ്റഡി, യു ഹാവ് ടു സ്കോർ ഗുഡ് മാർക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വീട്ടുകാരിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ ഒന്നും അല്ല കേട്ടോ ഫോഴ്സ് ചെയ്യുന്നത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫോഴ്സ് ചെയ്യുന്നത്. കണ്ടോ, എല്ലാവരും ചെയ്യാണ്, ഫോഴ്സ് ചെയ്യാണ് വീട്ടിൽ. ഇനിയുണ്ട് വേറൊരു ഐറ്റമുണ്ട്. ഞാൻ കൊച്ചുനാളിലൊക്കെ എൻ്റെ വീട്ടിൽ പഠിക്കുന്ന നേരത്ത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, വീട്ടുകാർ പറയുമായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ പറയുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു, പഠിക്കുന്ന തന്നെ എപ്പോഴും ഫോഴ്സ് ചെയ്യും. അതിൻ്റെ കൂടെ നിന്റെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരൻ്റെ മാർക്ക് കണ്ടോ, അവന് 182 ഉണ്ട്, നിനക്ക് 158 ഉള്ളൂ, മര്യാദയ്ക്ക് അവനേക്കായി നല്ല മാർക്ക് മേടിച്ചോണം. എൻ്റെ അടുത്ത് പറയും കേട്ടോ. നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത് വീട്ടിൽ പറയും. ദാറ്റ് മീൻസ് ദേ ആർ ഇൻഫ്ലുവൻസിങ് എ പ്രഷർ ഓൺ മീ അല്ലേ? അവരെൻ്റെ ഒരു സമ്മർദ്ദം ചെലുത്തുകയാണ്. അടുത്ത വട്ടം എന്ത് ചെയ്യണം, നിങ്ങളെക്കാളും കൂടുതൽ മാർക്ക് മേടിക്കണം. അങ്ങനെ വീട്ടുകാർ പറഞ്ഞതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ടീമാണ്. അപ്പോൾ രണ്ട് ടീം കിട്ടിയോ? ഏതൊക്കെയാണ് രണ്ട് ടീം? ഫോഴ്സ് ആൻഡ് പ്രഷർ. എപ്പോഴും പഠിക്കുന്നു പറഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നു. അതിനുശേഷം എന്താ, അവനൊക്കെ കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടു ടേംസ് നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് രണ്ട് ടേം? ഫോഴ്സ് ആൻഡ് പ്രഷർ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇതിനെ പറ്റി, എന്താണ് ഫോഴ്സ്, എന്താണ് പ്രഷർ എന്നാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കിട്ടിക്കാണുമല്ലോ അല്ലേ? എന്താ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. കണ്ടു പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. എന്താണ് ഫോഴ്സ്, എന്താണ് പ്രഷർ? ചാപ്റ്റർ നമ്പർ 11 ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പേജ് നമ്പർ 127 തൊട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ചാപ്റ്റർ. അപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ വീട്ടിൻ്റെ സാഹചര്യത്തിൽ എന്താണ് ഫോഴ്സ്, എന്താണ് പ്രഷർ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഫുട്ബോളൊക്കെ കളിച്ചെങ്കിൽ ഈ ക്ലാസ്സിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ വേറെ കൊണ്ട് കൊടുത്തതല്ല, ഈ റോക്കറ്റ് പോകുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഫോഴ്സിനും പ്രഷറിനും ഉള്ള എക്സാമ്പിൾ അത് ഈ ചാപ്റ്റർ തീരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, എന്താണ് ഫോഴ്സ്, എന്താണ് പ്രഷർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, എന്താണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 11 ഫോഴ്സ് ആൻഡ് പ്രഷർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ചെറുതായിട്ടൊന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റോക്കറ്റിൻ്റെ കൗണ്ട് ഡൗൺ ആണ്. നിങ്ങളുടെ റോക്കറ്റ് കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്. ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ റോക്കറ്റ് പോകുമ്പോൾ കൗണ്ട് ഡൗൺ ചെയ്യുന്നത്? അവിടെ ഇരുന്ന് റോക്കറ്റ് പോകുമ്പോൾ നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ വർഷം ലൈവ് കണ്ടില്ലല്ലോ, റോക്കറ്റ് പോയപ്പോൾ 10, 9, 8, 7 ഇങ്ങനെ എണ്ണി പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ എണ്ണുകയാണ്. നമുക്കിന്ന് 10 തൊട്ടൊന്നും എണ്ണി തുടങ്ങണ്ട, നമുക്ക് 3 തൊട്ട് എണ്ണിയാൽ മതി. ചെറിയ 3 ടോപ്പിക്സ് ആണ് ഇന്നത്തെ നമ്മുടെ കൗണ്ട് ഡൗണിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫോഴ്സ്, എന്താണ് ഫോഴ്സ്, എന്താണ് ഫോഴ്സ് എന്നുള്ളത് പഠിക്കണം. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, എന്തൊക്കെയാണ് ഫോഴ്സിൻ്റെ വിവിധ ടൈപ്പുകൾ. അതിനുശേഷം എന്താണ് എഫക്ട്സ് ഓഫ് ഫോഴ്സ്, അതായത് എന്തൊക്കെ എഫക്ട്സ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോഴ്സിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് മൂന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നാണ്. അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ. അവിടെ നിൽക്കട്ടെ, പ്രഷർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഫോഴ്സ്, എന്താണ് ഫോഴ്സ്, ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ്, എന്തൊക്കെയാണ് ഫോഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ആൻഡ് ദ തേർഡ് വൺ വാട്ട് ആർ ദ എഫക്ട്സ് ഫോഴ്സ് ക്യാൻ ബ്രിങ് ഓൺ അവർ ഡേ ടു ഡേ ലൈഫ്, എന്തൊക്കെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഫോഴ്സിന് കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഫോഴ്സിന് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫോഴ്സിലേക്ക് കിടക്കാം. കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, റോക്കറ്റ് മുകളിലേക്ക് പൊങ്ങണം. അപ്പോൾ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്ന റോക്കറ്റ് മുകളിലേക്ക് പൊങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ഫോഴ്സ് എന്നുള്ളത്. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കാം വാട്ട് ഈസ് ഫോഴ്സ്.
എന്താണ് ഫോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ പിന്നെ കേട്ടുകയാണ്. നോക്കിക്കേ, ഒരാൾ വന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നിങ്ങളെ ഹായ് കാണിക്കുന്നു, മറ്റൊരാൾ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നു, മറ്റൊരാൾ വെയിറ്റ് എടുത്ത് പൊക്കുന്നു. ഇത് മൂന്നും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു 3 കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും ഡോർ ഓപ്പൺ ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഇല്ല അല്ലേ? നമ്മളെപ്പോഴും ഡോറ് തുറക്കാറുണ്ട്. ഡോറ് തുറക്കുന്നതിൻ്റെ ശക്തി കൂട്ടാറും കുറയ്ക്കാറും ഉണ്ട്. വീട്ടിൽ അമ്മ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ ഡോർ അടയ്ക്കുന്നതിൻ്റെ ശക്തി കൂടും. അല്ല, രഹസ്യമായിട്ട് കൂട്ടുകാരോടെ കളിക്കാൻ പോകാനാണെങ്കിൽ ഡോർ അടയ്ക്കുന്നതിൻ്റെ ശക്തി കുറയും. അങ്ങനെ ഡോർ അടയ്ക്കുന്നത് അറിയാം. പിന്നെ ബൈസൈക്കിൾ ചവിട്ടുന്നവരാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് നിരനിരയായിട്ട് ബൈസൈക്കിൾ പോകുന്നതാണ്, എനിക്ക് നല്ല രസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സൈക്കിൾ ചവിട്ടുന്നവരാണ്. 3, ഒരാൾ കണ്ടോ ഒരു വെയിറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും 3 സാഹചര്യത്തിലും നിങ്ങൾ പറയും ഫോഴ്സ്, കയ്യിലൊരു ഫോഴ്സ് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ഡോർ തുറക്കുകയുള്ളൂ. പെഡലിനൊരു, അതായത് നിങ്ങൾ സൈക്കിളിനകത്ത് ചവിട്ടുന്ന പെഡലിനൊരു ഫോഴ്സ് കൊടുത്താലേ സൈക്കിള് മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിനൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സാധനത്തിനൊരു വെയിറ്റ് കൊടുത്താലേ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്താലേ അത് മുകളിലേക്ക് പോവുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഈ 3 സാഹചര്യത്തിൽ യൂസ് ചെയ്ത ഒരേ ഒരു ടേം ഉണ്ട്, ഫോഴ്സ് ടു ഓപ്പൺ ദ ഡോർ, ഫോഴ്സ് ടു പെഡൽ ദ ബൈസൈക്കിൾ, ഫോഴ്സ് ടു ലിഫ്റ്റ് ദ ഒബ്ജക്റ്റ്. അല്ലേ? നമ്മൾ ആവർത്തിച്ച് പറയുകയാണ് ഫോഴ്സ്. ആട്ടെ, എന്താ ഈ ഫോഴ്സ്? നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫുട്ബോളിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഇപ്പം നോക്കിയേ, ആ ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കുകയാണ്? അനങ്ങാതിരിക്കുകയാണ് അല്ലേ? ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? അവിടെ അനങ്ങാതിരിക്കുകയാണ് ആ ഒബ്ജക്റ്റ്. ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. നോക്കിയേ, ആ ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇത് നിൽക്കുന്നപ്പോൾ കണ്ടോ, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ അടുത്തുനിന്ന് വിളിക്കുകയാണ്, ആ ബോൾ എന്നിലേക്ക് പാസ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ബോളിനകത്ത് എന്ത് ചെയ്യും? എന്താ പറയുക, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അങ്ങോട്ടേക്ക് കിക്ക് ചെയ്യുന്നു. ദാറ്റ് മീൻസ് യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദാറ്റ് ബോൾ. ആ ബോളിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു അല്ലേ? ആ കിക്ക് ചെയ്തപ്പോൾ അതിനകത്ത് എന്ത് അപ്ലൈ ചെയ്തു? ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഒരു ഫോഴ്സിനെ കണ്ടോ നിങ്ങളവിടെ? നിങ്ങളുടെ കാല് കൊണ്ട് കിക്ക് ചെയ്യുന്നത് എന്താണ്? ഫോഴ്സാണ്. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ ബോൾ. ആ ബോളിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇനി ഒന്ന് കൺസിഡർ ചെയ്തേ, ക്ലാസ്സിലൊക്കെ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ക്ലാസ്സിലൊക്കെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എന്താണ്? സാറ് പറയും, മോനെ ഡെസ്ക് ചിരിഞ്ഞിട്ട് നീക്കിയിട്ട് അന്നേരം ചാടി എഴുന്നേറ്റ് അപ്പുറത്തിരിക്കുന്നവൻ്റെ സഹായത്തോടെ പിടിച്ച് പൊക്കുകയല്ല ചെയ്യുന്നത്, ആണോ? അല്ല. നോക്കിയേ, അവിടുന്ന് ഒരു നിരക്കലാണ് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക്. ഇപ്പോൾ എയിലിരിക്കുന്ന ഡെസ്കിനെ നിങ്ങൾ എന്ത് ചെയ്യും? പുഷ് ചെയ്ത് ബിയിലേക്ക് എത്തിക്കും. നിങ്ങളുടെ അടുത്ത് പുഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? നിങ്ങൾ തള്ളുക എന്ന് പറയും അല്ലേ? മലയാളത്തിൽ തള്ളുക എന്ന് പറയും അല്ലേ? നിങ്ങളുടെ അടുത്ത് പുഷ് ചെയ്യാൻ പറഞ്ഞാൽ, പുഷ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? ഇത് സാർ സുന്ദരനാണെന്ന് പറഞ്ഞ് പുഷ് ചെയ്യുമോ? അങ്ങനെയല്ല. പുഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ തള്ളുകയാണ്. നിങ്ങൾ ഡോറിനകത്തൊക്കെ എഴുതി വെച്ചത് കണ്ടു കാണും. പുഷ്, പുൾ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കാണും. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. എവിടെ വേണം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ആ ഡെസ്കിനകത്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ? ഒരു എ എന്ന് പറയുന്ന പൊസിഷനിലിരുന്ന ഡെസ്കിനെ നിങ്ങൾ എന്ത് ചെയ്തു? ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യിച്ചു, അല്ലെങ്കിൽ പുഷ് ചെയ്യിച്ചു. ഇനി നിങ്ങൾ നോക്കിയാൽ ആ ഡെസ്കിന്റെ മേളിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ പറയുകയാണ്. ദാറ്റ് മീൻസ് യു ആർ അപ്ലൈയിങ് ഫോഴ്സ് ഓൺ ദാറ്റ് പെൻ അല്ലേ? ആ പേനയ്ക്കകത്ത് അല്ലെങ്കിൽ ആ പെന്നിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് മീൻസ് ഈ ഡേ ടു ഡേ ലൈഫിൽ ഫോഴ്സിൻ്റെ ഒരു ഫുൾ ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. നമുക്ക് നടക്കണമെങ്കിൽ നമ്മുടെ കാലിന് ഫോഴ്സ് കൊടുക്കണം, ബോൾ കിക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കാലിന് ഫോഴ്സ് കൊടുക്കണം, അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും കാലിന് ഫോഴ്സ് കൊടുക്കണം, ഡെസ്ക് നീക്കണമെങ്കിലും കാലിന് ഫോഴ്സ് കൊടുക്കണം. ദാറ്റ് മീൻസ് ഇവിടെ നടന്നിട്ടുള്ള ഒരു 3 സാഹചര്യത്തെ ഞാൻ ജനറലായിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യാണ്. കിക്കിംഗ് എ ബോൾ, പുഷിങ് എ ടേബിൾ, ലിഫ്റ്റിംഗ് എ പെൻ. ദാറ്റ് മീൻസ് ഒരു 3 സിറ്റുവേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫോഴ്സിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട്. എന്തൊക്കെയാണ്? കിക്കിംഗ് എ ബോൾ, പുഷിംഗ് എ ടേബിൾ ആൻഡ് ലിഫ്റ്റിംഗ് എ പെൻ. അങ്ങനെയുള്ള 3 എണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഒന്ന് നോക്കിയേ, നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരാൾ ബൈസൈക്കിൾ പെഡൽ ചെയ്യുകയാണ്. ബൈസൈക്കിൾ പെഡൽ ചെയ്യുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്? എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? നോക്കിയേ, അദ്ദേഹം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ പെഡലിലാണ്. ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ ബൈസൈക്കിൾ. ആ സൈക്കിളിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ആ സൈക്കിൾ മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മൂവ്മെന്റ് പോസിബിൾ ആകണമെങ്കിൽ എന്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം? ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനി ഒന്ന് നോക്കിയേ, ഹാമർ ചുറ്റിയിൽ വെച്ച് ഭിത്തിയിൽ ഒരു ആണി അടിച്ചു കയറ്റുന്നു. ഇനി നോക്കിയേ,
ഒരു പന്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഒരു ബോളിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ എല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷൻ? അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ എഴുതാണ്ട് നിങ്ങൾ ചെന്നിട്ട് ഡ്രോയർ തുറക്കുന്നു, ഒരു ടേബിളിൻ്റെ ഡ്രോയർ തുറക്കുന്നു, അതിനുശേഷം ഗിറ്റാർ വായിക്കുന്നു, അതിനുശേഷം ചെസ്സിനകത്ത് ഒരു കരു നീക്കുന്നു, മൂവിങ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഹിറ്റിംഗ്, പെഡലിംഗ്, സ്റ്റോപ്പിംഗ്, ഓപ്പണിംഗ്, പ്ലക്കിംഗ്, മൂവിങ്. അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും എന്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നറിയുമോ? ഈ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഇത്രയും നേരം കണ്ടോ ഫോഴ്സ് 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 എല്ലായ്പ്പോഴും. നിതിൻ സാർ ഇപ്പോൾ ഒരു 100 വട്ടമെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെന്ന് പറഞ്ഞാണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാണ്. ബട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ വാട്ട് ഈസ് ഫോഴ്സ്? എന്താണ് ഫോഴ്സ് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ? ഇല്ല. എന്താണ് ഫോഴ്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ? നോക്കിയേ, ഇതിനെ രണ്ടിനെ നമുക്ക് 2 കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ചിലയിടത്ത് ഞാൻ പുഷ് ചെയ്യാണ്, ചിലയിടത്ത് ഞാൻ പുള്ളി ചെയ്യാണ് അല്ലേ? ഈ 2 സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കി. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നു, ദാറ്റ് മീൻസ് യു ആർ പുള്ളിങ് ദ റോപ്പ്. കഷ്ടപ്പെട്ട് മേളിലേക്ക് എന്ത് ചെയ്യാണ്? കിണറിൻ്റെ കപ്പിയിൽ ഇങ്ങനെ പുള്ളിയിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മേളിലോട്ട് വരുത്തുകയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഡ്രോയർ തുറക്കുന്നു, ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പുള്ളിങ്. ഇനി അങ്ങോട്ട് നോക്കി, പുഷിങ്ങിന് ഒരു എക്സാമ്പിൾ നോക്കി. പന്ത് കിക്ക് ചെയ്യുന്നു, കിക്കിംഗ് മീൻസ് എ പുഷിങ്. അവിടെ ഇരിക്കുന്ന ആള് ആ പന്ത് തള്ളി വിടുന്നത് കൊണ്ടല്ലേ അടുത്തേക്കുന്ന ആൾക്ക് ആ ബോൾ കിട്ടുന്നത്. ദാറ്റ് മീൻസ് യു ആർ പുള്ളിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാണ്? പുള്ളി ചെയ്യാണ്. അപ്പോൾ രണ്ടാമതായിട്ട് ഒരെണ്ണം നോക്കിയേ, ആ ഹാമർ വെച്ചിട്ട് ഭിത്തിയിലടിക്കുന്നു. ദാറ്റ് മീൻസ് യു ആർ പുഷിങ് ദാറ്റ് നെയിൽ. ആ നെയിലിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്ത് അകത്തേക്ക് വിടുകയാണ്. ദാറ്റ് മീൻസ് യു ആർ പുഷിങ്. അപ്പോൾ നിങ്ങൾക്ക് 2 സാഹചര്യം ഇപ്പോൾ മനസ്സിലായി കാണും, എന്താണ് പുഷിങ്, എന്താണ് പുള്ളിങ് എന്നുള്ളത്. നിങ്ങളിത് എപ്പോഴും കണ്ടു കാണും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡോറിൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഡോറിൻ്റെ ഒരു ഭാഗത്ത് അകത്തേക്ക് കയറുന്ന ഭാഗത്ത് എന്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട്? പുഷ്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും? അകത്തേക്ക് തള്ളും. എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ട്, ഹോട്ടലാണെന്ന് വിചാരിക്കുക, ആഹാരമൊക്കെ കഴിക്കാൻ പോകുന്നതിൻ്റെ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ആഹാരം ഒന്നും ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓടി ചെന്നിട്ട് അതിൻ്റെ ഡോർ എന്ത് ചെയ്യും? പുഷ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതെന്ത് ചെയ്യും? ഡോർ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? പുഷ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ച് പതുക്കെ സാവധാനം വെളിയിലേക്ക് ഇറങ്ങി ഡോറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പുൾ. ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഡോർ എന്ത് ചെയ്യും? വലിക്കും, വെളിയിലേക്ക് വലിക്കും. ദാറ്റ് മീൻസ് പുഷിങ് ആൻഡ് പുള്ളിങ്. ഇനിയും ഏറ്റവും വലിയ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങളുടെ താഴെ തന്നെ തന്നിരിക്കുന്നു. നോക്കിയേ, നിങ്ങൾ ക്ലാസ്സിലിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുകയാണെന്ന് വിചാരിക്കുക. ഒരു ബുക്ക് അടുത്തേക്ക് വരുന്നു. ഒരു ബുക്ക് എടുത്ത് വെക്കുന്നു. ഒരു ബുക്ക് അടുത്തേക്ക് എന്ത് ചെയ്യും? പുഷ് ചെയ്യും അല്ലേ? അടുത്തേക്ക് എന്ത് ചെയ്യും? പുള്ളി ചെയ്യും. അടുത്തേക്ക് പിടിച്ച് വലിക്കും. അന്നേരം എന്ത് ചെയ്യും? ഈ സബ്ജക്റ്റ് ഭയങ്കര പാടാന്ന് പറഞ്ഞിട്ട് ഒറ്റത്തള്ളു. ദാറ്റ് മീൻസ് യു ആർ പുഷിങ് ദാറ്റ് ബുക്ക് അല്ലേ? ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. പഠിക്കാനിരിക്കുന്ന ടേബിളിൽ ഒരു ബുക്ക് നിങ്ങൾ അടുത്തേക്ക് ഒരു ബുക്ക് പുള്ളി ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നിറച്ച് ഹോംവർക്കാണ്, അല്ലെങ്കിൽ ആ ടീച്ചറിനെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ബുക്ക് വെളിയിലേക്ക് പുള്ളി ചെയ്യും. ഇതൊക്കെ പറയുന്ന എൻ്റെ കാര്യമാണ്, നിങ്ങളല്ല. നിങ്ങൾ നല്ല കുട്ടികളാട്ടോ, നിങ്ങൾ നല്ല സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് ഇനി നോക്കി, ഞാൻ പറഞ്ഞ ഡോറിൻ്റെ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റും ഫോഴ്സ് എന്താണെന്നുള്ളത്. ഫോഴ്സ് മീൻസ് പുഷ് ആൻഡ് പുൾ അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന പുഷിനെയോ പുള്ളിനെയോ ആണ് ഞാൻ എന്തെന്ന് വിളിക്കുക? ഫോഴ്സ് എന്നെനിക്ക് സിമ്പിളായിട്ട് വിളിച്ചുകൂടെ? ഒരു ഒബ്ജക്റ്റിൽ, ഈ ലോകത്ത് ഏത് ഒബ്ജക്റ്റ് എടുത്തോളൂ, അപ്പോൾ അതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ലോകത്ത് ഏത് ഒബ്ജക്റ്റ് എടുത്താലും അതിനകത്ത് അപ്ലൈ ആവുന്ന എ പുഷ് ഓർ എ പുൾ ഫോഴ്സ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫോഴ്സ് എന്ന് വിളിക്കുക. ഫോഴ്സ് അപ്പോൾ എന്താ? എ പുഷ് ഓർ എ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സ് എന്താണെന്ന് ഇനി മറന്നു പോവോ? ഫോഴ്സ് എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എ പുഷ് ഓർ എ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനകത്ത് അപ്ലൈ ചെയ്യുന്ന പുഷ് ഫോഴ്സിനെയോ പുൾ ഫോഴ്സിനെയോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പുഷിനെയോ പുള്ളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫോഴ്സ് എന്ന് വിളിക്കുക. മനസ്സിലായോ എല്ലാവർക്കും? എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോഴ്സിനെ നമുക്ക് ജനറലായിട്ട് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? നമ്മൾ ആദ്യം വന്ന എക്സാമ്പിൾ തൊട്ടേ നോക്കണം. നമ്മൾ ആദ്യം സൈക്കിളൊക്കെ ചവിട്ടുന്നത് കണ്ടതിന് ശേഷം എന്ത് ചെയ്തു? അടുത്ത കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് മനസ്സിലായി. ആദ്യം നിങ്ങൾ ആ സൈക്കിളിന്റെ പെഡലിനകത്ത് പുഷ് ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? വെള്ളം കോരിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പുള്ളി ചെയ്തു. ദാറ്റ് മീൻസ് 2 കാറ്റഗറി എല്ലാ സിറ്റുവേഷനും, ഈ ലോകത്ത് നടക്കുന്ന ഫോഴ്സ് കൊടുക്കേണ്ട എല്ലാ സിറ്റുവേഷനും നമുക്ക് 2ആയിട്ട് ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് എ പുഷ് ആൻഡ് അനദർ ഈസ് എ പുൾ. എല്ലാ സിറ്റുവേഷനും നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ജനറലി അതിൽ നിന്ന് നമുക്കൊരു ഡെഫിനിഷനിലേക്ക് എത്താൻ പറ്റും. ഫോഴ്സ് ഈസ് എ പുഷ്
or a pull on an object. ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന പുഷിനെയോ പുള്ളിനെയോ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഫോഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുക. മനസ്സിലായോ എന്താണ് ഫോഴ്സ് എന്നുള്ളത്? ഇനിയും തീർന്നില്ല. അതിന്റെ തൊട്ട് താഴെ ഞാൻ വൈറ്റ് നിറത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് എന്താ മീൻ ചെയ്യുന്നത്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. അതെന്താ? ഈ ഒബ്ജക്റ്റ് തമ്മിൽ എന്ത് ഉണ്ടായിരിക്കണം? നിങ്ങളിപ്പോ ആ ബുക്ക് അടുത്തേക്ക് പിടിച്ച് വലിച്ചു, ദാറ്റ് മീൻസ് യു ആർ ഇന്ററാക്ടിങ് വിത്ത് ദ ബുക്ക് അല്ലെ? നിങ്ങൾ ആ ബുക്ക് അകലേക്ക് തള്ളി, ദാറ്റ് മീൻസ് യു ആർ പുഷിങ് ദാറ്റ് ഒബ്ജക്റ്റ് എവേ, ദാറ്റ് മീൻസ് യു ആർ ഇന്ററാക്ടിങ് വിത്ത് ദ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റുമായിട്ട് നിങ്ങൾ എന്തിലേർപ്പെടുകയാണ്? സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണ്. ദാറ്റ് മീൻസ് യു ആർ ഇന്ററാക്ടിങ് വിത്ത് ആൻ ഒബ്ജക്റ്റ് അല്ലേ? ഇപ്പോൾ നമുക്ക് ഈ വാക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, സമ്പർക്കം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ പഠിക്കുന്നത് പോലും. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുക. അതുപോട്ടെ. അപ്പോൾ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഫോഴ്സിന് സമ്പർക്കം പുലർത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫോഴ്സ് വരില്ല. ദാറ്റ് മീൻസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. പുഷ് ആൻഡ് പുൾ ഫോഴ്സ് നടക്കണം, പുഷ് ആൻഡ് പുള്ള് നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അവിടെ ഇന്ററാക്ഷൻ ഉണ്ടായേ മതിയാവുള്ളൂ. രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടായേ മതിയാവുള്ളൂ. സംശയം ഉണ്ടോ എന്ന് കണ്ടു നോക്കിയേ. അദ്ദേഹം നിന്റെ അടുത്ത് പന്ത് ചോദിക്കുകയാണ്, ആ കുട്ടിയെടുത്ത് പന്ത് ചോദിക്കുകയാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? ആ ബോളിനകത്താണ് ഇന്ററാക്റ്റീവ് ഫോഴ്സ് അപ്ലൈ ആവുന്നു. നോക്കിയേ, ഇപ്പൊ ആ പന്ത് കിക്ക് ചെയ്തിട്ടാണ് അടുത്ത കുട്ടിയിലേക്ക് പാസ് ചെയ്യുക. ദാറ്റ് മീൻസ് ദർ ഈസ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദാറ്റ് ടു അല്ലേ? ഇനി നോക്കിയേ, ആ ഡെസ്ക് തള്ളുന്ന എക്സാമ്പിൾ ഒന്ന് എടുത്തു നോക്കിയേ. എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്തു? നിങ്ങൾ ആ ഡെസ്കുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. ദാറ്റ് മീൻസ് യു ആർ ഇന്ററാക്ടിങ് വിത്ത് ദ ഡെസ്ക്. രണ്ടിടത്തും ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഫോഴ്സ് നടന്നത്. ഫോഴ്സ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ററാക്ഷൻ വേണം എന്നുള്ള കാര്യത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഫോഴ്സിനെ എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരുത്തി പറയുന്നു. വാട്ട് ഈസ് എ ഫോഴ്സ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവർക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എ ഫോഴ്സ് ഇസ് എ പുഷ് or pull upon an object resulting from the object's interaction with another object. Okay, a force is a push or pull upon an object resulting from the object's interaction with another object. ഒന്നുമില്ല, സിമ്പിളായിട്ട് മലയാളത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ് ആണ്. ഒന്നെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നെങ്കിൽ തള്ളുകയോ അല്ലെങ്കിൽ വലിക്കുകയോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനകത്ത് അപ്ലൈ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫോഴ്സ് എന്ന് വിളിക്കുക. ഇനി എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, റിസൾട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് മീൻസ് ഇന്ററാക്ഷൻ വിത്ത് അനദർ ഒബ്ജക്റ്റ് അല്ലേ? എപ്പോഴും അടുത്ത ഒബ്ജക്റ്റിൽ നിന്നുള്ള ഇന്ററാക്ഷൻ മൂലമേ അത് സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. കിട്ടിയോ? എന്താണ് ഫോഴ്സ് എന്നുള്ളത് കിട്ടിയോ? ഫോഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കിട്ടിയോ? യെസ്, എല്ലാ എക്സാമ്പിളിലും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു വാട്ട് ഈസ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണും. എന്താണ് ബലം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയും ഫോഴ്സ് എന്താണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് വീട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഫിസിക്സിന്റെ കണ്ണിലൂടെ ഇന്ന് വീട്ടിൽ ചെന്ന് എല്ലാ ഒബ്ജക്റ്റിനെയും നിങ്ങൾ നോക്കാവൂ. അപ്പോൾ അമ്മ കറിക്കരിയാൻ വേണ്ടി കത്തിയെടുക്കുന്നു. ഷീ ഈസ് യൂസിങ് എ നൈഫ്. ദാറ്റ് മീൻസ് ഷീ ഈസ് അപ്ലൈയിങ് ഫോഴ്സ്. എന്ത് ചെയ്യാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കാൻ വേണ്ടി ഡെസ്ക് അടുത്തേക്ക് നീക്കിയിടുന്നു. യു ആർ പുള്ളിങ് ദാറ്റ് വൺ ടു യു. അതായത് നിങ്ങൾ അതിനെ അടുത്തേക്ക് വലിക്കുകയാണ്. ദാറ്റ് മീൻസ് യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ്. ഇനിയും നോക്കിയേ, ഇപ്പോൾ നിങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയായിരിക്കും. ദാറ്റ് മീൻസ് യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദാറ്റ് മൊബൈൽ. നിങ്ങളിതാ എൻ്റെ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയാണ് സാർ എന്നുള്ളത് ഒക്കെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. That means you are applying a force on that mobile. Each and every situation an interaction takes place. എല്ലാ സിറ്റുവേഷനിലും എന്ത് നടക്കുന്നുണ്ട്? ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ. അപ്പോൾ ഫോഴ്സ് എന്നുള്ളത് ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും അനിവാര്യമായ നെസസറി തിങ് ആണ് എന്തെന്ന് പറയുന്നത് ഫോഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺലി ത്രൂ ദ ഇന്ററാക്ഷൻ. ആ ഇന്ററാക്ഷൻ വഴിയാണ് എന്ത് നടക്കുന്നത്? ഇത് നടക്കുന്നത്. രണ്ട് ബോഡീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ഷൻ നടക്കുന്നത്. രണ്ടോ അതിൽ കൂടുതലോ ബോഡീസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ഫോഴ്സ് നടക്കും എന്നുള്ള കാര്യം വ്യക്തമായി കാണുമല്ലോ. ഇനി നോക്കിയേ, രണ്ട് ടൈപ്പിലാണ് ഇനി ഫോഴ്സിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബോഡീസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, അതായത് ബോഡീസ് തമ്മിൽ ഒരു കോണ്ടാക്ട് വരിക. ബോഡീസ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, അതായത് തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതെ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുക. രണ്ട് സിറ്റുവേഷനിലാണ് മക്കളെ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് ഫിസിക്സ് പറയുന്നത്. ഒന്ന്, ബോഡീസ് തമ്മിൽ നല്ല എന്ത് ചെയ്യണം? ബന്ധം ഉണ്ടായിരിക്കണം, നല്ല കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. രണ്ട്, ബോഡീസ് തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരിക്കരുത്. ഈ രണ്ട് കേസിലാണ് എന്ത് നടക്കുന്നത്? ഫോഴ്സ് നടക്കുക എന്നാണ് ഫിസിക്സ് പറയുന്നത്.
ഒന്ന് ഏതാണ്? ബോഡീസ് കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഫോഴ്സും, രണ്ട് ബോഡി കോണ്ടാക്റ്റിൽ ഇരിക്കാത്തപ്പോൾ ഉള്ള ഫോഴ്സും. ബോഡീസ് നോട്ട് ഇൻ കോണ്ടാക്ട്. ദാറ്റ് മീൻസ് ഫോഴ്സസ് ആർ ഓഫ് ടു ടൈപ്സ്. ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് എന്താണ് ഫോഴ്സ് എന്നുള്ളത് പഠിക്കണം എന്ന് പറഞ്ഞു അല്ലെ. കൗണ്ട് ഡൗണിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ഫോഴ്സ്, വാട്ട് ഈസ് ഫോഴ്സ്. രണ്ടാമത് നമ്മുടെ കൗണ്ട് ഡൗൺ എന്തുവായിരുന്നു? ടൈപ്സ് ഓഫ് ഫോഴ്സ്. ഈ ടൈപ്സ് ഓഫ് ഫോഴ്സിലാണ് ഫോഴ്സിനെ ഞാൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് വാട്ട് ഈസ് കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് വാട്ട് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. രണ്ട് ടൈപ്പ് ഫോഴ്സാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് രണ്ട് ടൈപ്പ് ഫോഴ്സിന്റെ പേര്? എന്താണ് രണ്ട് ടൈപ്പ് ഫോഴ്സിന്റെ പേര്? കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എന്തൊക്കെയാണ് ഫോഴ്സിന്റെ പേര്? കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇതാണ് രണ്ട് ടൈപ്പിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാൻ ഡീറ്റെയിൽഡ് ആയിട്ട്. A force is a push or pull on an object resulting from the object interaction with each other. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഇന്ററാക്ഷനിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫോഴ്സ് എന്ന് വിളിക്കുക. രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ഫോഴ്സ്? ബോഡീസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, പരസ്പരം കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കോണ്ടാക്ട് ഫോഴ്സിനെയും പരസ്പരം കോണ്ടാക്റ്റിൽ ഇല്ലാത്തതിനെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും വിളിക്കുന്നു. മനസ്സിലായോ എന്താണ് ഫോഴ്സ് എന്നുള്ളത്? മനസ്സിലായോ എന്താണ് ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്നുള്ളത്? മനസ്സിലായല്ലോ. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ഈ കോണ്ടാക്ട്. ഞാൻ കുറച്ച് നേരമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം എന്താണ് ഈ കോണ്ടാക്ട് ഫോഴ്സ് എന്നുള്ളത്. നോക്കിയേ, ഇതാ ഒരു പയ്യൻ സൈക്കിൾ ഓടിക്കൊണ്ട് പോവുകയാണ്. ദാറ്റ് മീൻസ് യു ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബൈസൈക്കിൾ അല്ലേ. നിങ്ങൾ ആ ബൈസൈക്കിളുമായിട്ട് എന്താണ് കോണ്ടാക്റ്റിലിരിക്കുകയാണ്. ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കാൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. ഇങ്ങനെയുള്ള ഫോഴ്സുകളെ നമ്മൾ എന്തൊരു ഫോഴ്സ് എന്ന് വിളിക്കുക? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുക. നോൺ കോണ്ടാക്ട് ഫോഴ്സ് അവിടെ നിൽക്കട്ടെ. നോൺ കോണ്ടാക്ട് ഫോഴ്സ് നമുക്ക് ഇതിന് ശേഷം, കോണ്ടാക്ട് ഫോഴ്സിന് ശേഷം പഠിക്കാം. ഇനി നോക്കിയേ എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ എന്തുണ്ട്? ഡെസ്കിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്. എന്ത് ചെയ്യണം? ഗ്ലാസിൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ വായിലോട്ട് വെള്ളം വെച്ചതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് നിങ്ങളുടെ വായിലേക്ക് ഒന്ന് വെള്ളം വെച്ച് തരുമോ? ഇല്ല. നിർബന്ധമായിട്ടും ആ ഗ്ലാസ് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹോൾഡ് ചെയ്ത് മൗത്തിൻ്റെ അവിടെ പിടിച്ചേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ? വെള്ളം കുടിക്കാനായിട്ട്. ദാറ്റ് മീൻസ് യു ആർ അപ്ലൈയിങ് ഫോഴ്സ് ഓൺ ദാറ്റ് ഗ്ലാസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഗ്ലാസ്സിൽ എന്ത് ചെയ്യാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് മീൻസ് ആ ഫോഴ്സ് എന്താണ്? യു ആർ ലിഫ്റ്റിംഗ് ദ ഗ്ലാസ്. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി കണ്ടോ, ഞാൻ ലെൻസ് വെച്ചിട്ട് സൂക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഹാൻഡ് എവിടെ തന്നെ ഇരിപ്പുണ്ട്? ഗ്ലാസ്സിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് സംശയമൊന്നുമില്ല, നിങ്ങളുടെ ഹാൻഡ് എവിടെ തന്നെ ഇരിക്കുകയാണ്? ഗ്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്. ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു ഫുട്ബോൾ എടുത്ത് തട്ടി നോക്കുക. ദാറ്റ് മീൻസ് യു ആർ കോണ്ടാക്ട് വിത്ത് ദാറ്റ് ബോൾ. നിങ്ങൾ ആ ബോളുമായിട്ട് എന്താണ്? കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ്. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. കിക്കിംഗ് ദ ഫുട്ബോൾ അല്ലേ. ദാറ്റ് മീൻസ് ദ ഫുട്ട് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫുട്ബോൾ. ആ ഫുട്ബോളുമായിട്ട് എന്താ? നിങ്ങളുടെ ഫുട്ട് കോണ്ടാക്റ്റിലിരിക്കുകയാണ്. ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ഓൾവേസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. ഇനി നോക്കിയേ, മൂവിങ് എ ഡെസ്ക്. കഷ്ടപ്പെട്ട് എന്താ ആ ഡെസ്ക് നീക്കുകയാണ്. അപ്പോൾ ഡെസ്ക് നീക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ കോണ്ടാക്റ്റിലിരിക്കുകയാണ്. ഇനി നോക്കിയേ, പ്രസ്സിങ് എ കീബോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യാൻ വേണ്ടി കീബോർഡ് ഇറക്കുകയാണ്. ഒരു ചെസ്സിൻ്റെ കരുക്കൾ നീക്കുന്നു. പീസ് ഓഫ് ചെസ് ബോർഡിൽ അതിൻ്റെ കരുക്കൾ നീക്കുന്നു. ദാറ്റ് മീൻസ് യു ആർ അപ്ലൈയിങ് എ കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ഫോഴ്സ്. അതായത് ഒരു കോണ്ടാക്ട് ഫോഴ്സ്. നിങ്ങൾ അതിനെ തൊട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കോണ്ടാക്റ്റിൽ ഇരുന്നുകൊണ്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് is always known as contact force. അപ്പോൾ ഇനിയും എന്തെന്നാ പറയുക? ഇവിടെ എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഒരു പേരുണ്ട്. എന്തൊരു ഫോഴ്സാ? നിങ്ങളുടെ മസിൽസ് ആണ്. നിങ്ങളുടെ കരുത്തുറ്റ നിങ്ങളുടെ മസിൽസ് ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷർട്ടൊക്കെ ഇങ്ങനെ വെച്ച് ക്ലാസ് വെച്ച് നോക്കുന്നതൊക്കെ എനിക്ക് കാണാം. എന്നിട്ട് കൂട്ടുകാരനെ വിളിച്ച് കാണിക്കും, അതുകൊണ്ടോ എൻ്റെ മസിൽ കണ്ടോ. ആട്ടെ, ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുക. ഫോഴ്സ് ജനറേറ്റഡ് ഡ്യൂ ടു ദ മസിൽസ്. മസിൽസിൻ്റെ ആക്ഷൻ കാരണം ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് മസ്കുലാർ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പം മസ്കുലാർ ഫോഴ്സ് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? മസ്കുലാർ ഫോഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്തേ. കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? മസ്കുലാർ ഫോഴ്സ് ഇറ്റ്സ് എ കോണ്ടാക്ട് ഫോഴ്സ്. അത് എന്തൊരു ഫോഴ്സ് ആണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എന്തൊരു ഫോഴ്സ് എന്ന് പറയുന്നത്? മസ്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ജനറേറ്റഡ്. എന്താണ് മസ്കുലാർ ഫോഴ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്? കോണ്ടാക്ട് ഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്തൊരു ഫോഴ്സ് എന്ന് പറയുന്നത്? മസ്കുലാർ ഫോഴ്സ്. ഇനി ഒന്ന് നോക്കിക്കേ, നമ്മുടെ ബോഡിയിൽ മസിൽസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ കണ്ടു കാണും, പണ്ടത്തുള്ള കാളവണ്ടികൾ കണ്ടു കാണും, ബുള്ളോ കാർട്സ് ഒക്കെ കണ്ടില്ലേലും പിക്ചേഴ്സിലെങ്കിലും കണ്ടു കാണും. അതിനാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത്. കണ്ടോ, കാള കഷ്ടപ്പെട്ട് അതിൻ്റെ മസ്കുലാർ ഫോഴ്സ് ഉപയോഗിച്ചാണ് അതെന്ത് ചെയ്യുന്നത്? പിന്നെ ബാക്കിലിരിക്കുന്ന ലോഡിനെ കംപ്ലീറ്റ് ഒഴിക്കുന്നത്. ദാറ്റ് മീൻസ് എ മസ്കുലാർ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ് അല്ലേ. ആ കാള എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്? എന്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്? കാള വണ്ടിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് കാള ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദാറ്റ് കാളവണ്ടി
അല്ലേ? കാള എന്തുമായിട്ട് കോൺടാക്റ്റിലിരിക്കുകയാണ്? കാളവണ്ടിയായിട്ട് കോൺടാക്റ്റിലിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എ കോൺടാക്ട് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദാറ്റ്. ഒരു കോൺടാക്ട് ഫോഴ്സ് ആണ് അവിടെ അപ്ലൈ ആവുന്നത്. ദാറ്റ് മീൻസ് മസ്കുലാർ ഫോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോൺടാക്ട് ഫോഴ്സ്. മസ്കുലാർ ഫോഴ്സ് എന്തിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും? കോൺടാക്ട് ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചിരിക്കുകയാണ് എന്താണ് കോൺടാക്ട് ഫോഴ്സ് എന്നുള്ളത്. എന്താണ് കോൺടാക്ട് ഫോഴ്സ് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഫോഴ്സ് ദാറ്റ് ആക്ട് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് വെൻ ദ ഒബ്ജക്ട്സ് ആർ ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ കോൺടാക്റ്റിലിരിക്കുമ്പോൾ നടക്കുന്ന ഒരു ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു? കോൺടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. എന്ത് പറയും? മസ്കുലാർ ഫോഴ്സ് എന്ന് പറയും. എന്തെന്ന് പറയും? മസ്കുലാർ ഫോഴ്സ് എന്ന് പറയും. ഇനി നോക്കിയേ, അപ്പോൾ നോക്കിയേ മസ്കുലാർ ഫോഴ്സ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കുന്നത്. നോക്കിയേ, എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സ് ജനറേറ്റ് ആയിക്കൊണ്ടാണ് ആ ബോഡി നീങ്ങുന്നത്. ദാറ്റ് മീൻസ് എ മസ്കുലാർ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദെയർ. ഇനി നോക്കിയേ, രണ്ടാമത്തെ കോൺടാക്ട് ഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. എന്താ? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലേ? ഫ്രിക്ഷൻ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഫ്രിക്ഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഫ്രിക്ഷൻ എന്ന് പറയും. ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ക്ലാസ്സിൽ ഒരു പാഠമായിട്ട് തന്നെ കേൾക്കാനുണ്ട്. കേട്ടിട്ടില്ലാത്തവരുണ്ടല്ലേ? കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരും എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഫ്രിക്ഷൻ എന്താണെന്ന് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളത്? അതൊരു കോൺടാക്ട് ഫോഴ്സിന്റെ ഗണത്തിലാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്. കോൺടാക്ട് ഫോഴ്സിന്റെ ക്ലാസിഫിക്കേഷനിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു പന്ത് ഇങ്ങനെ ഉരുണ്ടു പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു പന്ത് ഉരുട്ടി വിടുന്നു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? കുറേ പന്ത് അങ്ങ് ഉരുണ്ടോണ്ടേ ഇരിക്കും. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട് പത്തനാപുരമാണ്, പത്തനാപുരത്ത് നിന്ന് ഞാനൊരു പന്ത് ഉരുട്ടി വിടുകയാണ്. എനിക്ക് സെന്റ് മേരി സ്കൂളിലാണ് പന്ത് എത്തിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ പന്ത് അങ്ങ് വരെ വരുമോ? അല്ലേ? വരുമോ? ഇല്ല. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ, കുറച്ച് ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പന്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദ ബോൾ സ്ലോലി സ്റ്റോപ്സ്, അല്ലേ? പെതുക്കെ പന്ത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? പെതുക്കെ പന്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ഈ പന്ത് നിൽക്കുന്നത്? ദാറ്റ് മീൻസ് ആരോ ആ പന്തിനെ തിരിച്ച് എതിർദിശയിൽ തള്ളുന്നുണ്ട്, അല്ലേ? ആരോ ആ പന്തിനെ എതിർദിശയിലേക്ക് തള്ളുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പന്ത് അങ്ങോട്ട് ഉരുട്ടി വിടുന്നു. ആ എതിർദിശയിൽ നിന്ന് ആരോ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പന്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? തള്ളുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മോഷനെ ഒരു ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ആ പന്തിന്റെ മോഷനെ, ഫ്രീ മോഷനെ ഒരു ആരോ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഒപ്പോസിങ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ. ഈ ടൈപ്പ് ഒപ്പോസിങ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രിക്ഷൻ എന്ന് വിളിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. നിങ്ങളെല്ലാവരും സ്കൂട്ടറിനകത്ത് അല്ലെങ്കിൽ ബൈക്കിനകത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവരായിരിക്കണം. നിങ്ങൾ വണ്ടിക്കകത്ത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുക? ആരോ എതിർദിശയിൽ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സ്പീഡിൽ ഓടുമ്പോൾ ഒരു കാറ്റ് എതിർദിശയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങളുടെ സ്പീഡ് പെതുക്കെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് സമൺ ഈസ് ഒപ്പോസിങ് യു, അല്ലേ? ആരോ നിങ്ങളെ, അദൃശ്യമായ ആരോ, വിസിബിൾ അല്ലാത്ത ആരോ നിങ്ങളെ തടയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരാൾ നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. മക്കളെ, ആ ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. എ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ ഫ്രീ ഫ്ലോ ഓഫ് മോഷൻ. മോഷന്റെ ഫ്രീ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഇനി നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മൾ നടന്നു പോവുകയാണ്. ബാക്ക് സൈഡ് ഫോഴ്സ് എന്നുള്ളതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നടന്നു പോവുകയാണ് എന്നുള്ളത് കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നടന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മുമ്പോട്ടാണ് പോകുന്നത്. അപ്പോൾ ആരോ നമ്മളെ ബാക്കിലേക്ക് പിടിച്ച് തള്ളുന്നതായിട്ട്, അല്ലെങ്കിൽ ആരോ നമ്മളെ തിരിച്ച് ആ സൈഡിൽ ഒപ്പോസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാനായിട്ട് ഒരു കാരണമുണ്ട്, അല്ലേ? ദാറ്റ് മീൻസ് സമൺ ഈസ് ഒപ്പോസിങ് യു. ആരോ നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് പെതുക്കെ വന്ന് ആ ബോൾ നിൽക്കുന്നതും. നമ്മൾ നോക്കിയേ, ഇനി തുഴയുകയാണെന്ന് വിചാരിക്കുക. നന്നായിട്ട് വള്ളം തുഴഞ്ഞു പോകുമ്പോഴും ആരോ നിങ്ങളെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒപ്പോസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാറുണ്ട്, അല്ലേ? നിങ്ങളുടെ ഫ്രീ ഫ്ലോ ഓഫ് മോഷനെ ആരോ ഒപ്പോസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ആ ഫ്രീ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ മോഷന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് വരുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. എന്തൊരു ഫോഴ്സ് എന്ന് വിളിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഇത് എന്തുകൊണ്ടാണ് കോൺടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇതിനെ കോൺടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുക? ഫോർ എക്സാമ്പിൾ, ഈ ബോട്ടിന്റെ കേസ് തന്നെ ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ ബോട്ടിന്റെ കേസ് തന്നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ബോട്ട് എവിടെയായിട്ട് കോൺടാക്ട് ഉണ്ട്? വാട്ടറിന്റെ സർഫസുമായിട്ട് കോൺടാക്ട് ഉണ്ട്,
That means the boat and the water surface are in contact. ബോട്ടും വാട്ടറിൻ്റെ സർഫസും എന്താണ് തമ്മിൽ കോണ്ടാക്റ്റിലിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ കോണ്ടാക്ട് ഫോഴ്സ്. അതുകൊണ്ടാണ് അതിനെ ഞാൻ എന്തൊരു ഫോഴ്സ് എന്ന് വിളിക്കുക? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇനി സംശയമുണ്ടോ? ഞാനൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എ കോണ്ടാക്ട് ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണോ? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡെഫിനറ്റ്ലി ബി എ കോണ്ടാക്ട് ഫോഴ്സ്. അത് എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ, ആ ഉരുണ്ടു പോകുന്ന പന്ത് എവിടെയായിട്ട് കൺട്രോൾ, ആ ബോള് ആ ഫീൽഡുമായിട്ട് കൺട്രോൾ ഉണ്ട് അല്ലേ? ആ ബോളും ആ തറയായിട്ട് ഗ്രൗണ്ടുമായിട്ട് കൺട്രോൾ ഉണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ഇൻ കോണ്ടാക്ട്. കോണ്ടാക്റ്റിൽ ഇരുന്നപ്പോഴാണ് ബോൾ പതുക്കെ 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 ഉരുണ്ടി എന്നിട്ട് നിന്നത്. ആരോ ഓപ്പോസ് ചെയ്തതുകൊണ്ട് ഉരുണ്ടി എന്ന് നിന്നത്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാല് എവിടെയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്? ഫ്ലോറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മൾ ബോട്ട് തുഴഞ്ഞു പോകുമ്പോൾ എന്താ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. സോ നമുക്ക് പറയാനായിട്ട് പറ്റും ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി ഒരു ചോദ്യം, നമുക്കൊന്ന് ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് കോണ്ടാക്ട് ഫോഴ്സിനുള്ള 2 എക്സാമ്പിൾ എന്നുള്ളതാണ്. ഈ റോക്കറ്റിൻ്റെ ഐഡിയ കിട്ടിയോ? കണ്ടോ, റോക്കറ്റ് ബൾബിനകത്തൊക്കെ കത്തിയിരിക്കുന്നത് കണ്ടോ? നോക്കിയേ, എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് എന്നുള്ളത് കണ്ടോ? 2 കോണ്ടാക്ട് ഫോഴ്സിനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 2 കോണ്ടാക്ട് ഫോഴ്സ്? ഒന്ന് മസ്കുലാർ ഫോഴ്സ്, നമ്മൾ കണ്ടു, കാള കഷ്ടപ്പെട്ട് കാള കൊണ്ട് വലിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ? 2 ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരുന്നു? ഇനി നോക്കിയേ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് കണ്ടുനോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡെഫിനിഷൻ: ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൾവേസ് ആക്ട് ഓൺ ആൻ ആൾ മൂവിംഗ് ഒബ്ജെക്ട് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ആൾവേസ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് മോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യും? എല്ലാ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിലും ആരാക്ട് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഓപ്പോസിറ്റ് മോഷൻ. നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനിയൊന്ന് നോക്കിയേ, നമ്മുടെ ജീവിതത്തിലും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് സംഭവിക്കാറില്ലേ? പഠിക്കാൻ പുസ്തകം എടുത്തു വെക്കുമ്പോൾ നമ്മുടെ പഠിത്തമാണ് നമ്മുടെ ഈസി മോഷൻ എന്ന് വിചാരിക്കുക. നമ്മൾ പഠിക്കാനായിട്ട് പുസ്തകം എടുത്തു വെക്കുന്നു, നമ്മുടെ മൂവിങ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ പഠിത്തത്തെ കാണുക, നമ്മുടെ മോഷനായിട്ട് നമ്മുടെ പഠിത്തത്തെ കാണുക. അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആക്ട് ചെയ്യാറില്ലേ? നല്ല കളിക്കുന്നത് സ്വപ്നം കാണും, കൂട്ടുകാരുമായിട്ട് വർത്താനം പറയുന്നതൊക്കെ സ്വപ്നം കാണും. ദാറ്റ് മീൻസ് എ ഫ്രിക്ഷൻ ഈസ് അപ്ലൈയിങ് ഓൺ യുവർ മൈൻഡ് അല്ലേ? നിങ്ങളുടെ മൈൻഡിൽ എന്ത് അപ്ലൈ ആവുകയാണ്? ഫ്രിക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ഫോഴ്സ് അപ്ലൈ ആവുകയാണ് നിങ്ങളുടെ മൈൻഡിൽ അല്ലേ? ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹാപ്പനിങ് ഇൻ യുവർ മൈൻഡ് അല്ലേ? സംശയം ഉണ്ടോ ആ കാര്യത്തിൽ? ഇല്ല. കൂട്ടുകാരുമായിട്ട് കളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫുട്ബോളിൽ 4 ഗോൾ അടിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണും അല്ലേ? ദാറ്റ് മീൻസ് ഈസി ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന മോഷൻ്റെ ഈസി ഫ്ലോയെ, നിങ്ങളുടെ പഠിത്തം എന്ന് പറയുന്ന മോഷൻ്റെ ഈസി ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന എല്ലാ സാധനത്തെയും നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? എ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ 2 എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്, മസ്കുലാർ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, എന്താണ് മസ്കുലാർ ഫോഴ്സ്, എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് നെസസറി ഫോർ ദ ഫോഴ്സ് ടു ആക്ട് ബിറ്റ്വീൻ ദം? മലയാളത്തിൽ പറഞ്ഞാൽ ഈ കോണ്ടാക്ട് ഫോഴ്സ് ആവശ്യമാണോ എല്ലാ ഒബ്ജക്റ്റിനകത്തും ഫോഴ്സ് ആക്ട് ചെയ്യാൻ? ഈ കോണ്ടാക്ട് ഫോഴ്സ് ആവശ്യമാണോ? ഈ കണ്ട സിറ്റുവേഷനിലെല്ലാം നോക്കി, എല്ലായിടത്തും എന്തുണ്ട്? കോണ്ടാക്ട് ഉണ്ട് അല്ലേ? എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ ചോദിക്കുകയാണ്, കോണ്ടാക്ട് ഫോഴ്സ് എല്ലായിടത്തും ആവശ്യമുണ്ടോ? മസ്കുലാർ ഫോഴ്സ് കണ്ടു, ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടു, ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടാക്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കോണ്ടാക്ട് ഇല്ലാതെ ഫോഴ്സ് ഉണ്ടാവില്ല. എൻ്റെ ഒരു ചോദ്യമാണ്, കോണ്ടാക്ട് ഇല്ലാതെ ഫോഴ്സ് ഉണ്ടാവില്ല. ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ഉണ്ടാവുമോ? ഇല്ല ഉണ്ടെന്നൊക്കെയാണ് ഉത്തരം. അപ്പോൾ നമുക്ക് നോക്കാം കോണ്ടാക്ട് ഇല്ലാതെ ഫോഴ്സ് അപ്ലൈ ആകുമോന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ അതാ ഈ സാധനം കണ്ടു കാണും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഇതെന്താണെന്ന്. ഞാൻ പറഞ്ഞുതരാം. അതൊരു ബാർ മാഗ്നറ്റ് ആണ് കേട്ടോ. ബാർ മാഗ്നറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങനെ ഇരിക്കുന്നൊരു സങ്കല്പിക്കുക, അതൊരു ബാർ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് കാന്തം കാണാത്തതായിട്ട് ആരും ഇല്ലല്ലോ. അല്ല, എല്ലാവരും കാന്തം കണ്ടിട്ടുണ്ടാവും. ഒരു കാന്തം ഞാനെടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെക്കുന്നു. ടേബിളിൻ്റെ പുറത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അതിൻ്റെ അപ്പുറത്ത് ഒരു ആണി എടുത്ത് വെച്ചു. എന്ത് ചെയ്തു? ആണി എടുത്ത് വെച്ചു. അതിന് നോക്കിയേ, ഞാൻ ആ ബാർ മാഗ്നറ്റിനെ പതുക്കെ ആണിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. പതുക്കെ ആണിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കത് നോക്കാം. പതുക്കെ കൊണ്ട് നോക്കിയേ, കണ്ടോ എന്താ അവിടെ സംഭവിച്ചത്? ആ ആണി പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ബാർ മാഗ്നറ്റിനകത്ത് ചെന്ന് അട്രാക്ട് ചെയ്തു. ബാർ മാഗ്നറ്റിനകത്ത് എന്ത് ചെയ്തു? ആണി പെട്ടെന്ന് എന്നിട്ട് എന്ത് ചെയ്തു? അട്രാക്ട് ചെയ്തു. അതിനകത്ത് പിടിച്ചങ്ങിരിക്കുകയാണ്.
ഇപ്പോൾ ഒന്ന് നോക്കിയേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. മാഗ്നറ്റ് ആ നെയിലിനെ അട്രാക്ട് ചെയ്തു. ഇനി ഒന്ന് പറഞ്ഞേ, കോണ്ടാക്ട് ആവശ്യമാണോ? കോണ്ടാക്ട് ആവശ്യമാണോ? കോണ്ടാക്ട് ആവശ്യമാണോ? കോണ്ടാക്റ്റിന്റെ ആവശ്യമില്ല. കോണ്ടാക്റ്റിന്റെ ആവശ്യമില്ല അല്ലേ? അടുത്ത് കൊണ്ട് ചെന്നപ്പോഴേ അതിനെ തൊടാതെ തന്നെ പിടിച്ച് അടുത്തേക്ക് നിർത്തി, ആ നെയിലിനെ പിടിച്ച് അടുത്തേക്ക് നിർത്തി. ദാറ്റ് മീൻസ് മാഗ്നറ്റ് അതിനെ അട്രാക്ട് ചെയ്യുന്നത് കോണ്ടാക്റ്റിൽ വന്നിട്ടാണോ? അല്ല, അതിനു മുമ്പേ എന്ത് ചെയ്തു? അതിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിച്ചു. ദാറ്റ് മീൻസ് കോണ്ടാക്റ്റിൽ ഇരിക്കാതെ തന്നെ അതിനെ അട്രാക്ട് ചെയ്തു. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ മാഗ്നറ്റ്സ്. മാഗ്നറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഞാൻ എന്തിനു പേരിട്ട് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിന് എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ മാത്രമാണോ മക്കളെ? അല്ല, കോണ്ടാക്റ്റിൽ ഇരിക്കാത്തപ്പോഴും ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതായത് കോണ്ടാക്ട് ഇരിക്കാത്തപ്പോഴും ഫോഴ്സ് എക്സേർട്ട് ആവുന്നുണ്ട്. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ആൻ എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ. നോക്കിയേ, ഒരു മാഗ്നറ്റ് നിങ്ങൾ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേ, ഒരു കബോർഡിനകത്തോ. നിങ്ങളൊക്കെ എപ്പോഴും വീട്ടിലൊക്കെ ചെയ്യാറുള്ള കാര്യമാണ്. ഒരു കബോർഡിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൺ ഇരുമ്പിൻ്റെ ഭാഗമുള്ള എവിടെയോട്ടെങ്കിലും നിങ്ങളൊക്കെ മാഗ്നറ്റൊക്കെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞു നോക്കാറുണ്ട് അല്ലേ? എറിഞ്ഞു നോക്കാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇരുമ്പ് ഡെസ്കിനകത്തൊക്കെ നിങ്ങൾ മാഗ്നറ്റ് ബോയ്സും മാഗ്നറ്റൊക്കെ എടുത്ത് എറിയുന്നത് അല്ലേ? ദാറ്റ് മീൻസ് അത് അവിടെ ചെന്നങ്ങ് കോണ്ടാക്ട് ഇരിക്കുകയാണ്. എൻ്റെ കൈയും അതും തമ്മിൽ ഒരു ബന്ധമില്ല. ഇനിയൊന്ന് നോക്കിയേ, ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ 2ാമത്തെ നിലയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കൂൾ തുറന്നിട്ട് ഇതൊന്നും ചെയ്തു നോക്കരുത്. 2ാമത്തെ നിലയിലാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു കല്ല് നിങ്ങളെടുത്ത് താഴേക്ക് ഇടുന്നു. ഒരു കല്ല് എന്ത് ചെയ്യുന്നു? നിങ്ങളെടുത്ത് എന്ത് ചെയ്യുന്നു? താഴേക്ക് ഇടുന്നു. കണ്ടോ സിറ്റുവേഷൻ വ്യക്തമായ? സ്കൂളിൻ്റെ 2ാമത്തെ നിലയിൽ നിൽക്കുകയാണ്. അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു കല്ലെടുത്ത് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഒരു കല്ല് സ്കൂളിൻ്റെ താഴെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? കല്ല് എന്ത് ചെയ്യും? അവിടെ നിൽക്കും അല്ലേ? കല്ല് അവിടെ നിന്നിട്ട് ചോദിക്കും, ഞാൻ താഴോട്ട് പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടാ അല്ലേ കല്ല് താഴോട്ട് പോകുന്നത്? ആണോ? അല്ല, കല്ല് താഴേക്ക് പോവും. കല്ല് താഴേക്ക് പോയി താഴെ ചെന്ന് വീഴും അല്ലേ? അതുപോലെ നിങ്ങൾ ഏത് ഒബ്ജക്റ്റ് എടുത്ത് നോക്കിക്കും, മുകളിൽ നിന്നൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് മേപ്പോട്ട് എറിഞ്ഞു നോക്കിക്കും, അതെന്ത് ചെയ്യും? താഴെ വന്ന് പതിക്കും. ദാറ്റ് മീൻസ് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഫോഴ്സ് അവിടെ അപ്ലൈ ആവുകയാണ്. ആരോ ആ ഒബ്ജക്റ്റിനെ താഴേക്ക് പിടിച്ച് വലിച്ചത് കൊണ്ടല്ലേ ആ ഒബ്ജക്റ്റ് താഴോട്ട് വീണത് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കല്ല് എന്തുകൊണ്ടാണ് താഴോട്ട് വീഴുന്നത്? നിങ്ങൾ എറിയുന്ന എല്ലാ ഒബ്ജക്റ്റും എന്തുകൊണ്ടാണ് താഴോട്ട് വീഴുന്നത്? കല്ല് താഴോട്ട് വീഴുന്നതല്ല. നിങ്ങളുടെ ഡെസ്ക് തറയിലിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ചന്ദ്രനിൽ നിങ്ങൾ ഈ ഡെസ്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. നമ്മുടെ മൂണിൽ ചന്ദ്രനിൽ നിങ്ങൾ ആ ഡെസ്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അത് അവിടെ തന്നെ ഇരിക്കുമോ? ഇല്ല. ഭൂമിയിൽ എന്തുകൊണ്ട് ഈ ഡെസ്ക് ഇവിടെ തന്നെ ഇരിക്കുന്നു? അല്ലെങ്കിൽ ഒരു കല്ലെറിയുമ്പോൾ അത് ഭൂമിയിൽ തന്നെ വന്ന് വീഴുന്നു? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും? ഇതിന് കാരണമുണ്ട്. നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ആള്, ഭൂമി എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനൊന്നുമല്ല. ഏതൊരു ഒബ്ജക്റ്റിനെ കിട്ടിയാലും, ഏതൊരു ഒബ്ജക്റ്റ് അതിൻ്റെ അടുത്ത് വന്നാലും, അത് എല്ലാ ഒബ്ജക്റ്റിനെയും, യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് എർത്ത് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദാറ്റ് ബോൾ. ഇപ്പം തന്നെ അയാൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത ആ ബോളിനകത്ത് എന്ത് ചെയ്തു? എർത്ത് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. ദാറ്റ് മീൻസ് എർത്ത് ഈസ് എക്സേർട്ടിങ് എ ഫോഴ്സ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ്. That type of force is called gravitational force. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർത്ത് കാണും. ന്യൂട്ടൻ്റെ തലയിലൊക്കെ ആപ്പിൾ വന്ന് വീഴുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഗ്രാവിറ്റി എന്താണെന്ന് ഞാൻ അന്നേരം പറഞ്ഞു. ഇനിയൊന്ന് നോക്കിയേ, എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് താഴേക്ക് വലിക്കുമെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. നിങ്ങൾ പൈപ്പ് ഒന്ന് തുറന്നു വിട്ട് നോക്കിയേ, വെള്ളം മുകളിലേക്ക് പോകും അല്ലേ? വെള്ളം മുകളിലേക്ക് പോവോ? ഇല്ല. പൈപ്പ് തുറന്നു വിടുമ്പോൾ എപ്പോഴും വെള്ളം എന്ത് ചെയ്യും? താഴേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും. ദാറ്റ് മീൻസ് എർത്ത് അട്രാക്ട്സ് ഈച്ച് ആൻഡ് എവറി ഒബ്ജക്റ്റ് ടുവേഴ്സ് ഇറ്റ്സ് സെന്റർ. ഇവർ തമ്മിൽ കോണ്ടാക്ട് വന്നതിന് ശേഷമാണോ എർത്ത് ഇതിനെ താഴേക്ക് വലിച്ചത്? എർത്തിന് കൈ, നിങ്ങൾ ആരെങ്കിലും എർത്തിന്റെ കൈ കണ്ടിട്ടുണ്ടോ? കല്ല് നിങ്ങൾ മുകളിലോട്ട് എറിയുമ്പോൾ അല്ലെങ്കിൽ കല്ല് നിങ്ങൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എർത്ത് ആ കൈ കൊണ്ടാണോ വലിച്ച് താഴോട്ട് കൊണ്ടുവരുന്നത്? അല്ല, തമ്മിൽ കോണ്ടാക്റ്റിൽ ഇരിക്കാതെയാണ് അവർ കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആൻ അനദർ എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിന് എക്സാമ്പിളാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പോൾ 2 ടൈപ്പ് നോൺ കോണ്ടാക്ട് ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ആ നോൺ കോണ്ടാക്ട് ഫോഴ്സ്? ആദ്യത്തെ ഫോഴ്സ് ഞാൻ പറഞ്ഞു. നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ ആദ്യം വരുന്നത്
ആദ്യത്തെ നോൺ കോൺടാക്ട് ഫോഴ്സ് ഏതായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ഫസ്റ്റ് നോൺ കോൺടാക്ട് ഫോഴ്സ് ഞാൻ പറഞ്ഞത് മാഗ്നറ്റിക് ഫോഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിന് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ആദ്യം പറഞ്ഞ നോൺ കോൺടാക്ട് ഫോഴ്സ്. മാഗ്നറ്റ് അതിനെ എക്സെർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി ഒന്ന് നോക്കിയേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും മാത്രമല്ല നോൺ കോൺടാക്ട് ഫോഴ്സ്. ഇതിനിടയ്ക്ക് നിങ്ങൾ മറന്നു പോകരുത്, നമ്മൾ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, എന്താണ് കോൺടാക്ട് ഫോഴ്സ് എന്ന്. കോൺടാക്ട് ഫോഴ്സിന് എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ? ഒരു കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ. നമ്മൾ ആദ്യം പഠിച്ചത് കോൺടാക്ട് ഫോഴ്സ് ആണ്, തമ്മിൽ കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഫോഴ്സ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? യെസ്, മസ്കുലാർ ഫോഴ്സ്. വെരി ഗുഡ്, മസ്കുലാർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ ഓക്കെ. ഇനി ഒന്ന് നോക്കിയേ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണാത്ത ഒരു എക്സാമ്പിളിലേക്കാണ് പോകുന്നത്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിൽ ചെന്ന് ചെയ്തു നോക്കേണ്ട ഒരു എക്സാമ്പിളാണ്. നോക്കിയേ, രണ്ട് ബലൂൺ എടുക്കുക, എന്നിട്ട് അതിനെ രണ്ടിനെ അടുത്ത് കൊണ്ടുപോകാൻ നോക്കുക. എന്തെങ്കിലും സംഭവിക്കുമോ? എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല അല്ലേ, ഒന്നും സംഭവിക്കില്ല. ഇനി നോക്കിയേ, ഞാൻ ഒരു ബലൂൺ എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അതിനെ നന്നായിട്ടൊന്ന് ഊളൻ ക്ലോത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു? തുടയ്ക്കുന്നു, നന്നായിട്ട് തുടയ്ക്കുന്നു. കുറച്ച് നേരം ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് മറ്റേ ബലൂണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, ഇന്ന് വീട്ടിൽ ചെന്ന് നിങ്ങൾ ചെയ്തു നോക്കണം, മറ്റേ ബലൂണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ ബലൂൺ ഈ ബലൂണിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എപ്പോഴാണ് അത് അട്രാക്ട് ചെയ്തത്? ആദ്യം ചുമ്മാ കൊണ്ടുവച്ചപ്പോൾ അട്രാക്ട് ചെയ്തോ? ഇല്ല, നന്നായിട്ട് ഞാനൊരു തുണി വെച്ച് അതിനെ ഇങ്ങനെ തുടച്ചു, നന്നായിട്ടൊരു തുണി വെച്ച് അതിനെ തുടച്ച സമയത്ത് എന്ത് ചെയ്തു? അവർ തമ്മിൽ അട്രാക്ട് ചെയ്തു. രണ്ടുപേരും നന്നായിട്ട് അട്രാക്ട് ചെയ്തു. എപ്പോഴാണ് അട്രാക്ട് ചെയ്തത്? ആ തുണി കൊണ്ട് തുടച്ച സമയത്ത്. കണ്ടോ, തുണി കൊണ്ട് തുടച്ച സമയത്ത് എന്തോ ഒരു ചാർജ് അതിന് ലഭിച്ചു. തുണി കൊണ്ട് തുടച്ച സമയത്ത് എന്ത് ചെയ്തു? ഊളൻ ക്ലോത്ത് കൊണ്ട് തുടച്ച സമയത്ത് എന്തോ ഒരു ചാർജ് അതിന് ലഭിച്ചു. എന്താ ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ ഫോഴ്സിനെ എന്തിനു പേരിട്ട് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഒരു ബോഡിക്ക് ചാർജ് കൊടുത്ത് അതിനെ മറ്റൊരു ബോഡിയെ കൊണ്ട് അട്രാക്ട് ചെയ്യിക്കുന്നതാണ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന പേരിട്ട് വിളിക്കും. എന്തിനു പേരിട്ടാണ് വിളിക്കുന്നതെന്നറിയോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എപ്പോഴാണ് ഇതിനെ ചാർജ് കിട്ടിയത്? വെറുതെ കൊണ്ട് വെച്ചപ്പോഴാണ് ചാർജ് കിട്ടിയത്? അല്ല, ഞാൻ അതിനെ നന്നായിട്ടൊരു ഊളൻ ക്ലോത്ത് കൊണ്ട് തുടച്ചു, റബ്ബ് ചെയ്തു. ഒരു ഊളൻ ക്ലോത്ത് കൊണ്ട് അതിനെ റബ്ബ് ചെയ്തു. ദാറ്റ് മീൻസ് റബ്ബ് ചെയ്ത സമയത്ത് എന്താ അവിടെ സംഭവിച്ചത്? ഒരു ഫോഴ്സ് അപ്ലൈ ആയി. ചാർജ്, ഇപ്പോൾ ഏതാണ് ചാർജ്ഡ് ബലൂൺ? ചുമപ്പാണ്, റെഡ് വണ്ണാണ് ചാർജ്ഡ് ബലൂൺ. എന്തുകൊണ്ടാണ് അതിന് ചാർജ് കിട്ടിയത്? ഞാൻ അതിനെ നന്നായിട്ട് എന്ത് ചെയ്തു? ഇതുകൊണ്ട് റബ്ബ് ചെയ്തു, തുണി കൊണ്ട് റബ്ബ് ചെയ്ത സമയത്ത് അതിന് ചാർജ് ലഭിച്ചു. ദാറ്റ് ടൈപ്പ് ഓഫ് ബോഡി ഈസ് കോൾഡ് ചാർജ്ഡ് ബോഡി. ആ ബോഡിയാണ് ചാർജ്ഡ് ബോഡി. മറ്റേ ബലൂൺ ചാർജ് ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ആദ്യം എടുത്തതുപോലെ വെച്ചിരിക്കുകയാണ്, അതിന് നമ്മൾ തുടച്ചൊന്നുമില്ല. സോ ദാറ്റ് ബലൂൺ ഈസ് കോൾഡ് അൺചാർജ്ഡ് ബലൂൺ ഓർ അൺചാർജ്ഡ് ബോഡി. അതിനെയാണ് നമ്മൾ എന്തൊരു പേരിട്ട് വിളിക്കുന്നത്? അൺചാർജ്ഡ് ബലൂൺ എന്നോ അൺചാർജ്ഡ് ബോഡി എന്നോ പേരിട്ട് വിളിക്കുന്നത് അതിനെയാണ്. ദാറ്റ് മീൻസ് ഒരു ചാർജ്ഡ് ബോഡി, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന പേരിട്ട് വിളിക്കും. ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. വ്യക്തമായിട്ട് കേൾക്കുക. ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയിൽ കൊണ്ടുവരുന്ന, അൺചാർജ്ഡ് ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് തീർന്നില്ല, നമുക്ക് ഇനി മറ്റേ ബലൂണോട് എടുത്തൊന്നും റബ്ബ് ചെയ്ത് നോക്കാം. മറ്റേ ബലൂണോട് എടുത്തൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം. ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്തു. അതിനുശേഷം രണ്ട് ബലൂണെ അടുത്തടുത്ത് കൊണ്ടുവന്നു. കണ്ടോ, അവർ തമ്മിൽ അകന്നു പോകാനുള്ള ടെൻഡൻസിയാണ് കാണിച്ചത്. അകന്നു പോകാനുള്ള ടെൻഡൻസിയാണ് കാണിച്ചത്. മനസ്സിലായോ? എപ്പോഴാ രണ്ട് ബോഡികൾ തമ്മിൽ അട്രാക്ഷൻ വന്നതെന്ന് മനസ്സിലായോ? ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ഈ ഫോഴ്സിനെയാണ് റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പേരിട്ട് വിളിക്കുക. എന്തൊരു പേരിട്ട് വിളിക്കും? റിപ്പൾസീവ് ഫോഴ്സ് എന്ന പേരിട്ട് വിളിക്കും. നമ്മളിപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് മക്കളെ കണ്ടത്. ഒന്ന് UC എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? UC എന്ന് പറഞ്ഞാൽ അൺചാർജ്ഡ് ബോഡി, C എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ബോഡി. അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡിയുടെ അടുത്ത് ഒരു അൺചാർജ്ഡ് ബോഡി വന്നപ്പോൾ എന്ത് നടന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടന്നു. എന്ത് നടന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടന്നു. രണ്ട് ബോഡികളും തമ്മിൽ അട്രാക്ട് ചെയ്തു. ഇനി നോക്കിയേ, ഒരു ചാർജ്ഡ് ബോഡി വേറൊരു ചാർജ്ഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. എന്ത് നടന്നു? ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയേ, ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ എന്ത് നടന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ.
എന്ത് നടന്നു? അവർ തമ്മിൽ അട്രാക്ട് ചെയ്തു. ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? അവർ തമ്മിൽ അട്രാക്ട് ചെയ്തു. ഇനി എന്താ? ഇനി ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. എന്താ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ? തമ്മിൽ അകന്നു മാറുക. രണ്ട് ബോഡിക്കും ചാർജ് ഉള്ള സമയത്ത് എന്ത് ചെയ്യും? തമ്മിൽ അകന്നു മാറാനുള്ള ടെൻഡൻസിയാണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ദിസ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ടുഗദർ ക്രിയേറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് രണ്ടും ഏതിന്റെ ഗണത്തിൽ പെടുന്നതാണെന്നറിയോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഗണത്തിൽ പെടുന്നതാണ്. ഇനി നോക്കിയേ, ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എന്തുണ്ട്? കൂട്ടുകാരൻ ഇരിപ്പുണ്ട് അല്ലേ? കൂട്ടുകാരൻ ഇരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഇപ്പോൾ കൂട്ടുകാരൻ ചാർജ്ഡ് ബോഡിയാണെന്ന് വിചാരിക്കുക. നല്ല ചാർജുള്ള ഒരു ബോഡിയാണ് കൂട്ടുകാരനെന്ന് വിചാരിക്കുക. അവൻ നല്ല ഇന്തൂസിയാസ്റ്റിക് ഒക്കെ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഇച്ചിരി കുരുത്തക്കെട്ടവനാണ്, ഇച്ചിരി വഴക്കാളിയാണ് ആളെന്ന് വിചാരിക്കുക. അവൻ ചാർജ്ഡ് ബോഡി ആയിട്ട് എടുക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അൺചാർജ്ഡ് ബോഡി, ഒരു പാവം പയ്യനവിടെ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. ഒരു പാവം പയ്യനവിടെ ഇരിപ്പുണ്ട്. അവനൊന്നും മിണ്ടുന്നില്ല, ക്ലാസ്സിൽ അടങ്ങിയിരുന്ന് സാറ് പറയുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചാർജ്ഡ് ബോഡി, അടുത്തിരിക്കുന്ന ചാർജ് ബോഡി, നമ്മുടെ വഴക്കാളി പയ്യന്, അടുത്തിരിക്കുന്ന കുരുത്ത ഇച്ചിരി വിരിവിരിപ്പുള്ള പയ്യന്, അവനെ അൺചാർജ്ഡ് ബോഡിയെ ഒന്ന് തൊടണം, ഒന്ന് ഞോണ്ടണം, അല്ലെങ്കിൽ ഒന്ന് നുള്ളണം എന്നൊക്കെ ഒന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒന്ന് അടിയണം എന്നൊക്കെ തോന്നുകയാണ്. അപ്പോൾ ചാർജ്ഡ് ബോഡി എന്ത് ചെയ്യും? അൺചാർജ്ഡ് ബോഡിയിൽ ബീറ്റ് ചെയ്യുന്നു. ചാർജ്ഡ് ബോഡി എന്ത് ചെയ്യുന്നു? അൺചാർജ്ഡ് ബോഡിയായ ചെറുക്കനിലേക്ക് ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അൺചാർജ്ഡ് ബോഡി എന്ത് ചെയ്യും? പ്രതികരിക്കുമോ? ഇല്ല. അവർ തമ്മിൽ അട്രാക്ട് ചെയ്ത് അങ്ങനെ ഇരുന്നോളൂ അല്ലേ? അവർ തമ്മിൽ അട്രാക്ട് ചെയ്ത് എന്ത് ചെയ്താലും, ചാർജ്ഡ് ബോഡി എന്ത് ചെയ്താലും, ആ കുരുത്തം കെട്ട പയ്യൻ എന്ത് ചെയ്താലും അൺചാർജ്ഡ് ബോഡി അനങ്ങാതെ അങ്ങനെ ഇരുന്നോളും അല്ലേ? ഇനിയും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചാർജ്ഡ് ബോഡി അൺചാർജ്ഡ് ബോഡി. ഈ കുരുത്തം കെട്ട പയ്യൻ്റെ അടുത്ത് വേറൊരു കുരുത്തം കെട്ട പയ്യൻ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. കുരുത്തം കെട്ട പയ്യൻ്റെ അടുത്ത് വേറൊരു കുരുത്തം കെട്ട പയ്യൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ ഇവനെ ഒന്ന് അടിച്ചു. അവൻ എന്ത് ചെയ്യും? അടങ്ങിയിരിക്കുവോ? ഇല്ല. അവൻ എന്ത് ചെയ്യും? തിരിച്ചടിക്കും അല്ലേ? തിരിച്ചടിക്കുക. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. ദാറ്റ് മീൻസ് അവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്ത് അകന്നു പോകാനുള്ള ടെൻഡൻസി കാണിക്കും. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഈസ് ഹാപ്പനിങ് ദെയർ അല്ലേ? ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ, റിപ്പൾസീവ് ഫോഴ്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഫിസിക്സ് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും ചെയ്താലും അത് ക്ഷമിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അട്രാക്ട് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മനസ്സിലായാലും എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എന്താണ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഒരു ചാർജ്ഡ് ബോഡി അനദർ ചാർജ്ഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്തു പോകും. ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് ഇത് രണ്ടും വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് ബോഡി ഓർ അൺചാർജ്ഡ് ബോഡി. The force exerted by a charged body or another charged body or uncharged body. എന്തായാലും മനസ്സിലായോ? ഒരു ഫോഴ്സ് ഇവിടെ എക്സർട്ട് ആകുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ? ആരാ എക്സർട്ട് ചെയ്യുന്നത്? ബൈ എ ചാർജ്ഡ് ബോഡി അല്ലേ? ആരാ എക്സർട്ട് ചെയ്യുന്നത്? ഒരു ചാർജ്ഡ് ബോഡിയാണ് ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നത്. ഏതിൽ എക്സർട്ട് ചെയ്യുന്നു? ഫസ്റ്റ് കേസ് നോക്കിയേ. എവിടെ എക്സർട്ട് ചെയ്യുന്നു? ഒന്നെങ്കിൽ വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ. ഒന്നെങ്കിൽ ഒരു ചാർജ്ഡ് ബോഡിയിൽ എക്സർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അൺചാർജ്ഡ് ബോഡിയിൽ എക്സർട്ട് ചെയ്യുന്നു. ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി, ഒരു ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ ആൻ അൺചാർജ്ഡ് ബോഡി. ഫസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയേ. ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി, ഒരു ചാർജ്ഡ് ബോഡി ഉണ്ട്, ഒരു ഫോഴ്സ് ആണ് ഇവിടെ എക്സർട്ട് ചെയ്യുന്നത്. അത് എന്തിൽ എക്സർട്ട് ചെയ്യുന്നു? അൺചാർജ്ഡ് ബോഡിയിൽ എക്സർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഹാപ്പനിങ് ദെയർ. രണ്ടാമത്തെ കേസിലോ എ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ചാർജ്ഡ് ബോഡി ഓൺ അനദർ ചാർജ്ഡ് ബോഡി, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഹാപ്പൻസ്. മനസ്സിലായോ? ഇതാണ് എന്തൊരു ഫോഴ്സ് എന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും എന്തിനൊരു എക്സാമ്പിൾ ആണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. കോണ്ടാക്റ്റിൽ ഇരിക്കാതെയുള്ള ബോഡികൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാതെയുള്ള ഫോഴ്സിന് എക്സാമ്പിൾ ആണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. എന്താ വേറൊരു എക്സാമ്പിൾ? നോക്കിക്കേ. നിങ്ങൾ ദിവസം എപ്പോഴും മുടി ചെയ്യുന്നതാണ് അല്ലേ? നിങ്ങൾ മുടി ചെയ്യുന്ന ഈ കോമ്പൗണ്ട്, ഈ പീസ് ഓഫ് പേപ്പർ, ഇന്ന് വീട്ടിൽ ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കണം. പേപ്പറൊന്നും വലിച്ചു കയറി വീട്ടിലിട്ട് വീട്ടുകാർ അടി മേടിക്കരുത്. നോക്കിയേ, ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മുടിയിലിട്ട് ഒരു സ്കെയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ
ചീപ്പോ ഇട്ട് കോമ്പ് ചെയ്യുന്ന ചീപ്പോ ഇട്ട് നന്നായിട്ട് മുടിയിൽ ഇട്ട് എന്താ ചെയ്യുക, റബ്ബ് ചെയ്തതിന് ശേഷം പീസ് ഓഫ് പേപ്പറിലേക്ക് കൊണ്ടുവരിക. ഡെസ്കിൽ പേപ്പർ നിരത്തിയിട്ടിട്ട് അതിനകത്തേക്ക് കൊണ്ടുവരിക. എന്താ അവിടെ സംഭവിക്കുന്നതെന്നറിയോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് അക്വേർഡ് ബൈ ദ കോമ്പ്. നമ്മുടെ തലയിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആർക്ക് കിട്ടുമെന്നറിയോ? ആ കോമ്പിന് കിട്ടും, ആ ചീപ്പിന് കിട്ടും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? അത് ആ അൺചാർജ്ഡ് ബോഡിയായ എന്തിനെ അട്രാക്ട് ചെയ്യുമെന്നറിയോ? പേപ്പേഴ്സിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ മക്കളെ. മൂന്ന് ടൈപ്പ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്, എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. മൂന്നും കത്തിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാഗ്നറ്റിക് ഫോഴ്സ് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ദിവസം ജീവിതത്തിൽ കാണുന്നത് തന്നെയാണ്. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്? ഫോഴ്സ് എക്സർട്ടഡ് ബൈ ആക്ഷൻ ഓഫ് മാഗ്നറ്റ്സ്. മാഗ്നറ്റുകളുടെ ആക്ഷൻ കാരണം, മാഗ്നറ്റുകളുടെ ഇടപെടൽ കാരണം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന പേരിട്ട് വിളിക്കുക. രണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ആൾ ഒബ്ജക്റ്റ്. എല്ലാ ഒബ്ജക്റ്റിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതെ, ഈ ഭൂമിക്ക് മുകളിലിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ എർത്ത് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ നോൺ കോൺടാക്ട് ഫോഴ്സ്. നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും. മൂന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സാറിന് ഇവിടെ നമ്പർ തെറ്റിപ്പോയില്ല. സാർ 111 എന്നല്ല ഇട്ട് വെച്ചിരിക്കുന്നത്. സോറി, 1 2 3 എന്നാണ്. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ഒരു ചാർജ്ഡ് ബോഡി, ശ്രദ്ധിച്ചു കേൾക്കുക, ആ ബലൂണിന്റെ ഒക്കെ കാര്യം മനസ്സിൽ വരണം. ഒരു ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയോ അല്ലെങ്കിൽ അടുത്ത ചാർജ്ഡ് ബോഡിയോ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്, ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് നോൺ കോൺടാക്ട് ഫോഴ്സിന് 3 എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് 3 എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? നോൺ കോൺടാക്ട് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ്. വെറൈറ്റി വരട്ടെ. മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. വെരി ഗുഡ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ. ഇപ്പോൾ ഇത്രയും ഫോഴ്സുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ സമയം 12 മണിയായി. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുകയുള്ളൂ. നമുക്ക് എന്താണ് ഇതിൻ്റെ എഫക്ട്സ് കൂടെ പഠിച്ച് നമുക്ക് ഈ ഫോഴ്സ് എന്നുള്ള ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. എന്താണ് ഇതിന് ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന എഫക്ട്സ് എന്ന് വിചാരിക്കും. നമ്മൾ തിരിച്ച് നമ്മുടെ ഫുട്ബോൾ കളിയിലേക്ക് പോവാം. ഫോഴ്സ് പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്താ പറയുക, എഫക്ട്സ് എന്ന് പറയാം. ഫോഴ്സ് പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഫുട്ബോൾ കളി. എല്ലാ ടൈപ്പ് ഫോഴ്സും അപ്ലൈ ആവുന്ന ഒരു സാധനമാണ്. നോക്കിയേ, ഇപ്പോൾ ആ ബോൾ എങ്ങനെ ഇരിക്കുകയാണ്? സ്റ്റേഷനറി സ്റ്റേറ്റിലിരിക്കുകയാണ്, അല്ലേ? അനങ്ങാതിരിക്കുകയാണ്, റെസ്റ്റിലിരിക്കുകയാണ് ആ പന്ത്. അപ്പോൾ ഒരു പ്ലെയർ വന്നിട്ട്, അതൊരു പ്ലെയർ ആട്ടോ, വന്ന് ബോളിനെ തട്ടുന്നു, അല്ലേ? എന്ത് ചെയ്യുന്നു? ബോളിനെ എന്ത് ചെയ്യുന്നു? തട്ടുന്നു, കിക്ക് ചെയ്യുന്നു. ദാറ്റ് മീൻസ് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫോഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ എഫക്റ്റ് എന്താ? റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ദാറ്റ് മീൻസ് സെറ്റ് ഇൻ മോഷൻ. അതായത് മോഷനെ സെറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? റെസ്റ്റിലിരിക്കുന്ന, അനങ്ങാതിരിക്കുന്ന ഒബ്ജക്റ്റിനെ, അതിനെ മോഷനിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുന്നു? ഫോഴ്സിന് സാധിക്കുന്നു. സിമ്പിളായിട്ട് വേറെ എക്സാമ്പിൾസ് ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ലൈഫ് ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ വീട്ടിൽ പഠിക്കാതെ അടങ്ങിയിരിക്കുന്നു, ഒന്നും പഠിക്കുന്നില്ല, വീട്ടിൽ ചുമ്മാതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? നല്ലൊരു പ്രയോഗം നടത്തും, അല്ലേ? ആ പ്രയോഗത്തിലൂടെ, ആ ഒരു ഫോഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ നിങ്ങൾക്ക് പുസ്തകം എടുത്ത് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ദാറ്റ് മീൻസ് എമോഷൻ ഈസ് ഹാപ്പനിങ് ദയർ, അല്ലേ? റെസ്റ്റിലിരിക്കുന്ന, ചുമ്മാ ഒതുങ്ങി ഇരിക്കുന്ന നിങ്ങളെ എന്ത് ചെയ്യും? മോഷനിലേക്ക് കൊണ്ടുവരാൻ അമ്മയ്ക്ക് സാധിക്കും. ദാറ്റ് മീൻസ് സെറ്റ് എ മോഷൻ, അല്ലേ? ഇവിടെയും ആ മോഷനില്ല നടന്നത്, ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ആ ഒബ്ജക്റ്റിന് സാധിച്ചു, അല്ലേ? ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ആ ഇതിന് സാധിച്ചു. ആ ഒബ്ജക്റ്റ് കണ്ടോ? മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടോ? ഇനി നോക്കിയേ, ഈ മൂവ്മെന്റിന് ആഘാതം കൂടുകയും കുറയുകയും ചെയ്യും, അല്ലെ? ചെറിയ തെറ്റ് കാണിച്ചാൽ ചെറിയ അടി തരും അമ്മ, വലിയ തെറ്റ് കാണിച്ചാൽ അമ്മ വലിയ അടി തരും, അല്ലേ? ദാറ്റ് മീൻസ് ഫോഴ്സ് ഓരോയിടത്തും വേരി ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി, അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ. തൽക്കാലം നിങ്ങൾ വെലോസിറ്റി എന്ന് അറിയണ്ട, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ എന്തിനു പറ്റും? ഫോഴ്സിന് സാധിക്കും. നിങ്ങൾക്ക് സൈക്കിൾ പെതുക്കെ ചവിട്ടാനും സ്പീഡിൽ ചവിട്ടാനും പറ്റത്തില്ലേ? സൈക്കിൾ എന്ത് ചെയ്യാൻ പറ്റും? പെതുക്കെ ചവിട്ടാനും പറ്റും, സ്പീഡിൽ ചവിട്ടാനും പറ്റും. ഒരു കല്ല് പെതുക്കെ എടുത്ത് മുകളിലേക്ക് എറിയാനും പറ്റും,
നല്ല സ്പീഡിലെടുത്ത് മുകളിലേക്ക് എറിയാനും പറ്റത്തില്ലേ. ദാറ്റ് മീൻസ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾ മസ്കുലാർ ഫോഴ്സ് അല്ലേ, നമ്മൾ കോൺടാക്ട് ഫോഴ്സിൽ മസ്കുലാർ ഫോഴ്സ് പഠിച്ചു, നല്ല മസിലൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ വലിച്ചെറിയണമെങ്കിൽ കല്ല് കൂടുതൽ ദൂരത്തിലേക്ക് പോകും. ദാറ്റ് മീൻസ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ആർക്ക് പറ്റും? ഫോഴ്സിന് പറ്റും. എന്തൊക്കെയാണ് ഫോഴ്സിന് പറ്റുന്നത്? ഒന്ന്, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. രണ്ട്, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്ന്, ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്തുകൂടെ, നിർത്തിക്കൂടെ? ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? നിർത്താൻ പറ്റും. ഇരിക്കുന്നിടത്തുനിന്ന് നിർത്താൻ പറ്റും. കൂടെ സിമ്പിളായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി. കണ്ടോ, ആ ബോൾ മൂവ് ചെയ്ത് വരികയായിരുന്നു. മൂവ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ, മൂവ് ചെയ്ത് വന്നു, മൂവ് ചെയ്ത് ആ ബോൾ പോയി, അവിടെ ചെന്ന് ആ ബോൾ നിന്നു. ഇനി ഒന്നുകൂടെ നോക്കിയേ, ആ ബോൾ ഇങ്ങോട്ടേക്ക് വരികയാണ്, അടുത്ത പ്ലെയറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത പ്ലെയറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ടോ, അദ്ദേഹം അതിനെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വളരെ വേഗം തട്ടിയപ്പോൾ അതിനർത്ഥം എന്താ? ഫോഴ്സ് സ്പീഡ് ഇൻക്രീസ് ചെയ്തു. സ്പീഡ് ഇൻക്രീസ് ആകുന്നു. ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്തു? അയാൾ സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ് മീൻസ് ഫോഴ്സ് ക്യാൻ സ്റ്റോപ്പ് ദ മോഷൻ. ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? മോഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫോഴ്സിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയും ഫോഴ്സിന് പറ്റുന്ന ഒരു കാര്യമാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിക്കൂടെ? നമുക്ക് ഒരു ബോൾ എങ്ങോട്ട് വേണമെങ്കിലും തട്ടിക്കൂടെ? ഒരു ബോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങോട്ട് വേണമെങ്കിലും തട്ടാനായിട്ട് പറ്റും. ബോൾ നമ്മുടെ ഡയറക്ഷൻ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? ഏത് ഡയറക്ഷനിലോട്ടും ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫോഴ്സിന്റെ പറ്റുന്ന ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മോഷൻ സാധിക്കും, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റും. രണ്ട്, ചേഞ്ച് സ്പീഡ്. തൽക്കാലം വെലോസിറ്റി പഠിക്കേണ്ട. വെലോസിറ്റി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കാനുണ്ട് എന്താണ് വെലോസിറ്റി എന്നുള്ളത്. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മൂന്ന്, ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നിർത്താനായിട്ട് പറ്റും. നാല്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത്രേ പറ്റുള്ളൂ ഫോഴ്സിന്. വേറെ ഞാനൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്, കണ്ടോ? ഏറ്റവും ലാസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇത്രേ ഫോഴ്സിന് പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫോഴ്സിന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോ, യെസ്, നോ. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തിരിക്കുന്ന ആളെടുത്ത് പറയാറില്ലേ, അടിച്ച് നിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റുമെന്ന്? പറഞ്ഞിട്ടില്ലേ? അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ അടുത്ത് അടിച്ച് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റുമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാലുണ്ട്, നിങ്ങൾ പറയാറുണ്ട്, ഞാൻ കേൾക്കാറുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നോക്കിക്കേ, അപ്പോൾ ഫോഴ്സിന് ഒരു കാര്യം കൂടെ പറ്റും. ഫോഴ്സിന് പറ്റുന്ന ആ കാര്യമാണ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ്. ഫോഴ്സിന് എന്ത് മാറ്റാൻ പറ്റും? ഫോഴ്സിന് ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും. സംശയം ഉണ്ടെങ്കിൽ ഒരു പന്ത് എന്നെടുത്ത്, അല്ലെങ്കിൽ റബ്ബർ ബോൾ എന്നെടുത്ത്, കല്ലൊന്നും എടുത്ത് ഞെക്കി നോക്കരുത്, കല്ല് വേണമെങ്കിൽ അടിച്ച് നോക്കുക. ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ചുരുട്ടി നോക്കുക, ആ പേപ്പറിന്റെ ഷേപ്പ് മാറ്റാൻ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ആവുന്നോളും പേപ്പറിന്റെ എന്ത് മാറും? ഷേപ്പ് മാറും. നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന അതേ സാധനമാണ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ്. ഫോഴ്സിന് എന്ത് മാറ്റാൻ പറ്റും? ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും. ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും. ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറ്റാൻ ഫോഴ്സിന് പറ്റും. ഇതാണ് ഫോഴ്സിന്റെ എഫക്റ്റ്. മനസ്സിലായോ? ഇത്രയാണ് ഫോഴ്സിന്റെ എഫക്റ്റ്. ഫോഴ്സിന് ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന എഫക്ട്സ് ഇത്രയാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് ഫോഴ്സിന്റെ എഫക്ട്സ് ഓഫ് ഫോഴ്സ്? എന്തൊക്കെയാണ് ഫോഴ്സിന് കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേക്ക് ആൻ ഒബ്ജക്റ്റ് മൂവ് ഫ്രം റെസ്റ്റ്. ഒന്നെന്താ? ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യിക്കാൻ ആർക്ക് പറ്റും? ഫോഴ്സിന് പറ്റും. രണ്ട്, ചേഞ്ച് ദ സ്പീഡ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് വേരി ചെയ്യിക്കാൻ ആർക്ക് പറ്റും? ഫോഴ്സിന് പറ്റും. ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്, അല്ലേ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് എന്ത് പറ്റും? ഫോഴ്സിന് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ പറയുന്നു ടേൺ ടു റൈറ്റ്, വലത്തേക്ക് തിരിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഡയറക്ഷൻ, ആ സ്പീഡ്, അതോ വണ്ടി ഇങ്ങനെ ചവിട്ടി നിർത്തിയിട്ടാണോ നിങ്ങൾ ഡയറക്ഷൻ മാറ്റുന്നത്? അല്ല, അതേ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ മാറ്റാം, അല്ലെങ്കിൽ സ്പീഡ് കുറച്ചിട്ട് ഡയറക്ഷൻ മാറ്റാം. ദാറ്റ് മീൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ഷനും മാറ്റാൻ പറ്റും. ഏറ്റവും ലാസ്റ്റിൽ ഷേപ്പ് മാറ്റാൻ പറ്റും ഫോഴ്സിന്. അപ്പം നന്നായിട്ട് പഠിച്ചോളുക, അല്ലെങ്കിൽ വീട്ടുകാർ എന്ത് ചെയ്യും? ഫോഴ്സ് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഷേപ്പ് മാറ്റും. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഫോഴ്സിന് ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയാണ് ഫോഴ്സിനെ പറ്റി പറയാനുള്ളത്. ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഫോഴ്സിനെ പറ്റിയുള്ള
എല്ലാ ടേംസും അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് പ്രഷർ, വാട്ട് ഈസ് പ്രഷർ. നമ്മുടെ അടുത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് അല്ലേ, പഠിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യും, പിന്നെ മറ്റേ കുട്ടി മാർക്ക് മേടിക്കുന്ന അനുസരിച്ച് നമ്മളെ പ്രഷർ ചെയ്യും അല്ലേ. നന്നായിട്ട് പഠിക്കണം, അവനക്കായി നന്നതുപോലെ മാർക്ക് മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രഷർ ചെയ്യും അല്ലേ. ആ പ്രഷറിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് പ്രഷറിന്റെ യൂസസ് എന്ന് പഠിക്കാനുണ്ട്, എന്താണ് പ്രഷറിന്റെ എക്സാമ്പിൾസ് എന്നുള്ളത് പഠിക്കാനുണ്ട്. ഇത്രയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ വരുമോ? ഓക്കെ. നമ്മൾ ആദ്യം എന്തായിരുന്നു പറഞ്ഞു തുടങ്ങി, വാട്ട് ഈസ് ഫോഴ്സ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു, വാട്ട് ഈസ് ഫോഴ്സ്. നമുക്ക് പിന്നെ PPT ഒന്നുകൂടെ ഒന്ന് കണ്ടുപോകാം. ഞാനിത് ഒന്നുകൂടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോഴ്സ് ആൻഡ് പ്രഷറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് ഫോഴ്സ്, വാട്ട് ഈസ് ഫോഴ്സ് എന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് പറഞ്ഞു, എഫക്ട്സ് ഓഫ് ഫോഴ്സ് പറഞ്ഞു അല്ലേ. എന്താണ് ഫോഴ്സ് എന്നുള്ളത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. എ പുഷ് ഓർ എ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ് ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇച്ചിരി കൂടെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു. എ പുഷ് ഓർ എ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ് റിസൾട്ട് ഇൻട്രാക്ഷനിൽ ഇരിക്കുമ്പോൾ പുഷിനും പുള്ളിനും വരുന്ന ഫോഴ്സിന്, പുഷ് ആൻഡ് പുള്ളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു, ഫോഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഫോഴ്സ് തന്നെ രണ്ട് ടൈപ്പിലുണ്ട്, കോൺടാക്ട് ഫോഴ്സ് ഉണ്ട്, നോൺ കോൺടാക്ട് ഫോഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ബോഡീസ് കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ കോൺടാക്ട് ഫോഴ്സും ബോഡീസ് കോൺടാക്റ്റിൽ ഇല്ലാത്തപ്പോൾ നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് പഠിച്ചു. കോൺടാക്ട് ഫോഴ്സിന്റെ രണ്ട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഒന്ന് മസ്കുലാർ ഫോഴ്സ് അല്ലേ, നമ്മുടെ മസിൽ സപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ കോൺടാക്ട് ഫോഴ്സ് എന്ന് പഠിച്ചു. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ്, എല്ലാ ഫോഴ്സിനെയും ഒപ്പോസ് ചെയ്ത്, എല്ലാ മോഷനെ ഒപ്പോസ് ചെയ്ത ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെന്ന് പഠിച്ചു, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് പഠിച്ചു. ഇനി നോൺ കോൺടാക്ട് ഫോഴ്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു നോൺ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ, കോൺടാക്റ്റിൽ ഇരിക്കാത്തപ്പോൾ ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ എന്താണെന്ന് കണ്ടു അല്ലേ. രണ്ട് മാഗ്നറ്റുകൾ തമ്മിൽ കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ ഫോഴ്സിനെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന കാര്യം പഠിച്ചു. രണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് കണ്ടു അല്ലേ, ഗ്രാവിറ്റി എന്താണെന്ന് കണ്ടു അല്ലേ. മൂന്ന് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ളത് കണ്ടു അല്ലേ. ഒരു ചാർജ്ഡ് ബോഡി ഇന്ന് ചെന്ന് നിർബന്ധമായിട്ടും വീട്ടിലെ എക്സാമ്പിൾ ചെയ്ത് നോക്കണം കേട്ടോ. ചീപ്പ് എടുത്ത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിൽ വീട്ടിൽ കാണുമല്ലോ. ബലൂണിന്റെ എക്സാമ്പിൾ വിട്ടേക്കുക. സിമ്പിൾ ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് മുടിയിൽ റബ്ബ് ചെയ്യുക, എന്നിട്ട് എന്നിട്ട് കുറച്ച് പീസ് ഓഫ് പേപ്പർ അവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കുക, അന്നേരം അതിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചാർജ്ഡ് ബോഡി അൺചാർജ്ഡ് ബോഡിയിലോ അല്ലെങ്കിൽ അടുത്ത ചാർജ്ഡ് ബോഡിയിലോ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിച്ചത്. അങ്ങനെ മൂന്ന് ടൈപ്പ് നോൺ കോൺടാക്ട് ഫോഴ്സ് നമ്മൾ പഠിച്ചു. എന്നിട്ട് എഫക്ട്സ് ഓഫ് ഫോഴ്സ്, എന്തൊക്കെയാണ് ഫോഴ്സിന് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന എഫക്ട്സ്. മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റും, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ മാറ്റാൻ പറ്റും, എന്നിട്ട് ഷേപ്പ് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിക്കും. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. എനി ഡൗട്ട്സ്? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കേട്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊച്ചു കഥകളെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇതുമായിട്ട് എനിക്ക് ബന്ധം തോന്നിയുകൊണ്ടാണ് ആ കഥ ഞാൻ പറയുന്നത്. നോക്കിയാൽ രണ്ട് പക്ഷികളുണ്ടായിരുന്നു കേട്ടോ. രണ്ട് പക്ഷി, ഒരു അമ്മ പക്ഷിയുണ്ട്, ഒരു കുഞ്ഞു പക്ഷിയുണ്ട്. അപ്പോൾ അമ്മ പക്ഷി അമ്മ പക്ഷി മുട്ടയൊക്കെ വിരിയിച്ച് കഷ്ടപ്പെട്ട് ഈ കുഞ്ഞു പക്ഷിയെ വിരിയിപ്പിച്ചെടുത്തു. ഈ കുഞ്ഞു പക്ഷിയെ വിരിയിപ്പിച്ചെടുത്ത സമയത്ത് ഈ കുഞ്ഞ് പക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ ഇങ്ങനെ പറന്നുപോയി ദിവസവും എന്ത് ചെയ്യുന്നു, ദിവസവും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തീറ്റ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു പക്ഷി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ ചിറക് വിരിക്കുന്നതും ഇങ്ങനെ പറന്നു പോകുന്നതും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ കുഞ്ഞു പക്ഷി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞു പക്ഷി ഒരു ദിവസം അമ്മയെടുത്ത് ചോദിച്ചു, അമ്മേ ഞാൻ എങ്ങനെയാ പറക്കുക, അല്ലെങ്കിൽ അമ്മേ എനിക്ക് എങ്ങനെയാ പറക്കാൻ പറ്റുക എന്ന് ഈ കുഞ്ഞു പക്ഷി അമ്മ പക്ഷി എടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ കുഞ്ഞു പക്ഷി പറഞ്ഞു, അമ്മ പക്ഷി പറഞ്ഞു, മോളെ നിനക്ക് എന്തുണ്ട്, പറക്കാനായിട്ട് എന്തുണ്ട്, ചിറകുണ്ട് അല്ലേ, നിനക്ക് പറക്കാനായിട്ട് ചിറകുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ചിറക് ഇങ്ങനെ നീട്ടി വെച്ച് നന്നായിട്ട് എയറിന്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ പറന്നു പോയാൽ മതി എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു അല്ലേ. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ ഡെയിലി ലൈഫിലും ഇങ്ങനത്തുള്ള എക്സാമ്പിൾസ് അല്ലേ നടക്കുന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ടീച്ചേഴ്സ് ഉണ്ട്, അമ്മയുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഈസ് ടു ഫ്ലൈ അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പറന്നിങ്ങനെ പോയാൽ മതി അല്ലേ. പറന്നു പോയാൽ മതി. നിങ്ങൾക്ക് പറക്കാനുള്ള എല്ലാ അവസരങ്ങളും ആരൊരുക്കി തരുന്നുണ്ട്, മാതാപിതാക്കൾ ഒരുക്കി തരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിലൂടെയൊക്കെ ആണെങ്കിലും സ്കൂൾ ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ജോലി എന്താണ്, ടു ഫ്ലൈ. അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പറയണം. പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ, സ്കൈ ഈസ് ദ ലിമിറ്റ് അല്ലേ. ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്കൈ ഈസ് ദ ലിമിറ്റ്, ആകാശമാണ് എല്ലാത്തിന്റെ പരിധി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല, പോരാ, നിങ്ങൾ ഇങ്ങനെ നന്നായി പറന്നുയർന്ന് നന്നായിട്ട് പറന്നുയർന്ന് മേളിൽ ചെന്നിട്ട് പറയണം, ആകാശത്തിന് മുകളിൽ ചെന്നിട്ട് പറയണം, സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. എന്ത് പറയും, സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. സ്കൈ എന്തല്ല, ലിമിറ്റ് അല്ല എന്ന് പറയണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, നല്ലപോലെ ഇരിക്കുക.
നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ദിവസവും എന്താ കൊറോണ പേഷ്യൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പം നന്നായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, നന്നായി പഠിക്കുക, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെയോ വാട്സപ്പിൽ കൂടെയോ അല്ലെങ്കിൽ കൺസേൺഡ് ടീച്ചേഴ്സിനെയോ ജോയിൻ ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Nidin, dear students, please type your name in the chat box.